മനസ്സിലാക്കാത്ത മക്കൾ, അവരോട് അനാവശ്യമായി അപമര്യാദയായി പെരുമാറുന്ന മക്കൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. മക്കളും മാതാപിതാക്കളുമായി ഒരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേവലം മക്കൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു ATM കൗണ്ടറായി ഈ മാതാപിതാക്കളെ ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മാതാപിതാക്കൾ ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഒരു നിലയിലേക്ക് എത്തിച്ചതിന് ശേഷം ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആ മക്കൾ എന്ത് നന്മയാണ് ദുനിയാവിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ആ വിഷയം ഇവിടെ കൊടുത്തത്. എനിക്കറിയാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ട് അടുത്ത പടിയായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മാതാപിതാക്കളാണ്. എവിടെ നിങ്ങൾ ഖുർആനിൽ പരിശോധിച്ച് നോക്കിക്കോളി, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നത് മാതാപിതാക്കളെയാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കോളി, ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പന നൽകിയത് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാനാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ എത്രത്തോളം അതിന്റെ ഗൗരവമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ അത് മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ്. മാതാപിതാക്കൾ അത് മനസ്സിലാക്കി മക്കൾക്ക് ചെറുപ്പം മുതലേ കൊടുക്കണം. ചെറുപ്പം മുതലേ മാതാപിതാക്കൾ അത് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ മക്കൾ നല്ല അദബും മര്യാദയുമുള്ള മക്കളായി മാറുമായിരുന്നു. പക്ഷേ അത് നമുക്ക് പിഴച്ചുപോയി. തുടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കൈവിട്ടുപോയി നമ്മുടെ മക്കൾ. ഇനി നമ്മുടെ മക്കളെ നമ്മൾ പഴയ കാലത്തിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമായ കാര്യം. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മാതാപിതാക്കളും മക്കളും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ ആരാധിക്കണമേ, അവരല്ലാതെ ഒരു ഇലാഹില്ല. ലോകത്തിന്റെ സ്രഷ്ടാവും സംഹാരകർത്താവും അവനത്രേ. അല്ലാഹുവിനെ ആരാധിക്കണമേ, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണമേ. ലോകത്തിന്റെ അതിപരാശക്തി അവനാണ്. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ ഉഅ്ബുദൂ റബ്ബകും അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണമേ, അനുസരിക്കണമേ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. ആ പടച്ചവനെ ആരാധിക്കലാണല്ലോ നമ്മുടെ ജോലി. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അതാണല്ലോ, അള്ളാഹുവിനെ ആരാധിക്കലാണ്. സുബഹി മുതൽ നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ തഹജ്ജുദ് മുതൽ നമ്മൾ തുടങ്ങും. അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ സർവവും സമർപ്പിക്കുന്നത്. അള്ളാഹുവാണ് ആരാധനയ്ക്ക് അവനല്ലാതെ ഒരു ലാഭവുമില്ല. യാ അയ്യുഹന്നാസ് اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. ജനങ്ങളെ,
അള്ളാഹുവിന്റെ വിളിയാണ്. ലോകത്തുള്ള 800 കോടിയോളം വരുന്ന ജനങ്ങളെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്, നിങ്ങളെ ഉദ്ധരിച്ചത് അവനാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അന്നം നൽകുന്നത് അവനാണ്. ഈ ബൃഹത്തായ ലോകത്തേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയതും അവനല്ലയോ? ആ റബ്ബാണ് നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചത്. നിങ്ങളുടെ പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്. ആ മാതാവിന്റെയും പിതാവിന്റെയും ബന്ധത്തിലൂടെ അല്ലാഹു ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ലോകത്ത് പരിചയപ്പെടുത്തുകയുണ്ടായില്ലേ? അവരുടെ ഇണചേരലിലൂടെ ധാരാളം മക്കളെ അല്ലാഹു സമ്പാദിച്ചെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബി. ആരാണ് ഞങ്ങളുടെ രക്ഷിതാവ്? ആരാണ് ഞങ്ങളുടെ റബ്ബ്? ആരാണ് ഞങ്ങളുടെ സൃഷ്ടാവ് എന്ന് ചോദിക്കുന്നവരെ, നിങ്ങൾ ആ റബ്ബിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളുടെ പിതാവിനെ, അവനാണ് നിങ്ങളുടെ മാതാവിനെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയത്. ആ റബ്ബല്ലാതെ ഒരു ഇലാഹില്ല, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിക്കണമേ. വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ആ റബ്ബിനെ ഭയപ്പെടുന്നത് പോലെ വൽ അർഹാം, നിങ്ങളുടെ മാതാപിതാക്കളെ ഭയപ്പെടണമേ, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഭയപ്പെടണമേ, നിങ്ങളുടെ രക്തബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ആരാണ് സൂക്ഷിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് സസൂക്ഷ്മം അല്ലാഹു വീക്ഷിക്കുന്നുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ, ആ പടച്ച റബ്ബാണ് നമ്മളുടെ രാജാവ്, അവനാണ് നമ്മളുടെ ജേതാവ്, അവനാണ് നമ്മളുടെ സൃഷ്ടാവ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. ആ റബ്ബിനെ ആരാധിക്കാൻ അല്ലാഹു നമ്മളോട് ആദ്യമായി ആഹ്വാനം ചെയ്യുകയാണ്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പീഡനങ്ങൾ ഏറ്റെടുത്താലും, എന്ത് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും, ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു സൃഷ്ടാവ് ഇല്ല, മറ്റൊരാരാധ്യനില്ല. അത് പരിശുദ്ധമായ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. അതിൽ ഉറച്ചു നിൽക്കണമേ. ആദ്യമായി അല്ലാഹുവിന്റെ ആഹ്വാനമാണ് അല്ലാഹുവിനെ കുറിച്ച്. ഈ ആയത്ത് അത് അല്ലാഹയെ കുറിച്ച് പരിചയപ്പെടുത്തി. തൊട്ടടുത്ത് അല്ലാഹ് പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോടും നിങ്ങൾ ഉപകാരമുള്ളവരാകണേ. എത്ര വലിയ വാക്ക്! അല്ലാഹയെ പരിചയപ്പെടുത്തി തൊട്ടടുത്ത് അല്ലാഹ് പറയണം മാതാപിതാക്കൾ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സൃഷ്ടിച്ചു. അല്ലാഹ് എങ്ങനെ സൃഷ്ടിച്ചു? വെറുതെ സൃഷ്ടിച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ കഴിച്ചില്ല. അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ്. ആദ്യത്തെ ഉപ്പ, ആദ്യത്തെ ഉമ്മ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ കൊണ്ട് സ്വർഗം കൊണ്ട് തുടങ്ങിയ ഒരു കർമ്മമാണിത്. അതാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അത് തുടക്കം കുറിച്ചത് സ്വർഗത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. ആ സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെടണം. ആ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ കർമ്മം സ്വർഗത്തിലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. സൂറത്ത് യാസീൻ അല്ലാഹ് പറഞ്ഞെന്താ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും വഅസ്വാജുഹും, നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യമാരോടൊപ്പം, ഭർത്താക്കന്മാരോടൊപ്പം, നമ്മുടെ ഉപ്പമാരോടൊപ്പം, നമ്മുടെ ഉമ്മമാരോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം സ്വർഗലോകത്ത് പരിലസിക്കുന്നവരായിരിക്കും. ഇതുപോലെ ഒരു വാഗ്ദാനം തരാൻ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിന് കഴിയുമോ? ഇന്നിവിടെ ഉറൂസിന് വരുന്നവരെല്ലാം തന്റെ മക്കളെ എടുത്തിട്ട് വരുന്നു, തന്റെ പുള്ളികളെ എടുത്തിട്ട് വരികയാ.
തന്റെ മാതാപിതാക്കളോടൊപ്പം തന്റെ ഭാര്യമാരോടൊപ്പം കൈക്ക് പിടിച്ച് സന്തോഷത്തോടെ വരുമെങ്കിൽ ഈ സന്തോഷം നമുക്ക് സ്വർഗത്തിലെത്തണം. ആ സ്വർഗത്തിലാണ് നമ്മുടെ ഏറ്റവും നല്ല സന്തോഷം. അവിടെയാണ് പരിലസിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത്, ഉല്ലസിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ആ ആഘോഷം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലെ ആഘോഷം വേണമോ? ഈ ഭൗതികമായ ലോകത്ത് മാതാപിതാ ആ ബന്ധം നിങ്ങൾ രൂഢമൂലമാക്കണേ. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇവിടുത്തെ ബന്ധം നമ്മൾ രൂഢമൂലമാക്കണം, ബന്ധം സുദൃഢമാക്കണം. മാതാപിതാക്കളുടെ ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ള ബന്ധം, മരുമക്കൾ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് സ്ഥാനം തരുള്ളൂ. ഇല്ലെങ്കിൽ നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ ആയത്തിലുള്ള പറയുന്നത് വത്തഖുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും രക്തബന്ധങ്ങളെയും മാതൃപിതാ ബന്ധങ്ങളെയും സൂക്ഷിക്കണേ, ഭയപ്പെടേണമേ. കാരണം എന്താ? നമ്മളെല്ലാവരും നാളെ എത്തുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ പേരാണ് ആദിൻ എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിലാണ് എല്ലാവരും എത്തുക. സ്വർഗം 8ആണ്, നരകം 7ആണ്. അപ്പൊ ആ സ്വർഗത്തിലെ ഒരു സ്വർഗത്തിന്റെ പേരാണ് ആദിൻ എന്ന് പറയുന്ന സ്വർഗം. ജന്നാത്തു അദ്നി യദ്ഖുലൂനാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അതിനെന്ന സ്വർഗത്തെ അല്ലാഹ് പരിചയപ്പെടുത്തിയിട്ട് ആ സ്വർഗലോകത്ത് പ്രവേശിക്കുന്നവരാരാണ് അതും അല്ലാഹു നമുക്ക് വിവരിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, മക്കളെ, മരുമക്കളെ, നമ്മൾ നമസ്കരിക്കാറുണ്ട്, ഇബാദത്ത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ കാക്കമാരോടും നമ്മുടെ മാതാപിതാക്കളോടും ഒരു ബഹുമാനമില്ല, ആദരവില്ല, കൂറില്ല. അവരെ നമ്മൾ ആദരിക്കാറില്ല. അങ്ങനെ എത്ര വലിയ ഇബാദത്ത് എടുത്താലും ആ അതിനെന്ന സ്വർഗം നമുക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പോകുന്നവരെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. യദ്ഖുലൂനഹാ, അതിനെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സദ്വൃത്തരായ മാതാപിതാക്കളാണ് കേട്ടോ. സദ്വൃത്തരായ ദമ്പതികളാണ് കേട്ടോ. വദുർരിയാതിഹിം, അവരുടെ സദ്ഗുണ സമ്പന്നരായ സന്താന പരമ്പരകളാണ് കേട്ടോ. അവരാണ് സ്വർഗത്തിൽ പോവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുക. അതിൻ എന്ന സ്വർഗം വെറുതെ അങ്ങോട്ട് സ്വർഗം ഒന്നും അല്ലാഹ് തരൂല. നിങ്ങൾ ഇങ്ങനെ കുത്തിവരുന്ന അല്ലാഹ് സ്വർഗം തരണമെങ്കിൽ അല്ലാഹ് അതിനൊരു സബബ് ഉണ്ടാക്കി വെക്കും. അല്ലാഹ് മക്കളെ നമുക്ക് തരണമെങ്കിൽ അതിനൊരു സബബ് വേണം, ഒരു കാരണം വേണം. ഒരു കാരണമില്ലാതെ ഒന്നുമില്ല. അല്ലാഹ് മുസബ്ബിബുൽ അസ്ബാബാണ്. മുസബ്ബിബുൽ അസ്ബാബാണ്. കാരണത്തിലൂടെയാണ് അല്ലാഹു കാര്യങ്ങൾ നടത്തി തരിക. ഇപ്പൊ മക്കളില്ല, പടച്ചവനെ എനിക്ക് നീ മക്കളെ താ, അല്ലാഹ് മക്കളെ താ, പടച്ചവനെ മക്കളെ താ, മക്കളെ താ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കല്യാണം കഴിക്കാതിരുന്നാലും മക്കളെ അല്ലാഹു തരൂല. 100 വർഷം നീ ദുആ ചെയ്താലും മക്കളെ കിട്ടൂല. കാരണം മക്കളെ കിട്ടണമെങ്കിൽ അതിന്റെ സബബ് ഒരു ഭാര്യയാണ്. അതിന്റെ സബബ് ഭാര്യയാണ്. ഇനി കല്യാണം കഴിച്ചു, ഒരു ഭാര്യയെ കിട്ടി, ഈ ഭാര്യയെ കിട്ടി, അവള് വേറെ ഇവൻ വേറെ, റൂമിൽ കിടക്കുക, രണ്ടുപേര്. നോ ടച്ചിങ്, നോ പഞ്ചിങ്. പഞ്ചിങ് ഇല്ല, കിസ്സിങ് ഇല്ല, പ്രസ്സിങ് ഇല്ല, ടച്ചിങ് ഇല്ല. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ കിട്ടൂല. അല്ലാഹുവേ മക്കളെ താ, പടച്ചവനെ സാലിഹായ കുട്ടിയെ താ അല്ലാഹ്, സാലിഹത്തായ മക്കളെ താ അല്ലാഹ്. രണ്ടുപേരും യാതൊരു ബന്ധവുമില്ല, കേവലം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയാണ്. പക്ഷേ ഒരു നിലയ്ക്കുമുള്ള ബന്ധമില്ലാതെ കഴിഞ്ഞാൽ 100 വർഷം നിങ്ങൾ ദുആ ചെയ്താലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ കാണാൻ ഭാഗ്യമുണ്ടാവൂല. മാത്രം പോരാ, കല്യാണം കഴിച്ച് തന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടണം. കുട്ടികളെ വേണമെങ്കിൽ ഇനി ബന്ധപ്പെട്ടാ പോരാ,
ബന്ധപ്പെടേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് അറിയിച്ചു തരികയാണ്, ശാരീരിക ബന്ധം പുലർത്തുമ്പോ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണേ. മക്കളെ പഴപ്പിക്കുന്നത് പിശാചാണ്. മാതാപിതാക്കളോട് ബന്ധം സ്ഥാപിക്കാത്തവർ, മാതാപിതാക്കളുടെ വാക്കനുസരിക്കാത്തവർ, മാതാപിതാക്കളെ യാതൊരു നിലക്കും ആദരിക്കാത്ത മക്കളുണ്ടോ? അതിന്റെ കാരണക്കാരാരാ? ഉപ്പാ, തുടക്കത്തിൽ നിങ്ങൾക്ക് പിഴച്ചു പോയതാണ് അതിന്റെ കാരണം കേട്ടോ. എന്തുകൊണ്ടാണ്? ശൈത്താൻ കയറി പണിയെടുത്തു. ശൈത്താൻ ഈ മക്കളിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പിശാചിന്റെ പണി കൊണ്ട് ഈ ശൈത്താൻ ഇവനും ഒരു കുട്ടി ശൈത്താനായി വരും. നമ്മൾക്ക് കുട്ടികളൊക്കെ അനുസരണ ഇല്ലാത്ത വിളിക്കുന്ന ശൈത്താനെ, എടാ ഇബ്ലീസ് എന്നൊക്കെ വിളിക്കൂലേ? കറക്റ്റ് തന്നെയാണ്, ഒരു ശൈത്താൻ തന്നെയാണ്. നമ്മളെ കുട്ടികളൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു കുരുത്തക്കേട്, എന്തെങ്കിലും ഒരു അദബുകേട് ഈ കുട്ടികൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉമ്മ വിളിക്കുന്ന വിളി ശൈത്താനെ, ഇബ്ലീസ്. ഇബ്ലീസിനെ പ്രസവിച്ചതാര്? ഇബ്ലീസിന്റെ ഉമ്മ. അപ്പൊ അത് വലിയ ഇബ്ലീസല്ലേ? ഇബ്ലീസിനെ പ്രസവിപ്പിച്ചതാര്? വാപ്പ. അത് ഏറ്റവും വലിയ മുതുക്കനായ ഇബ്ലീസല്ലേ? ചിന്തിച്ചാൽ മതി. നമ്മൾ വിളിക്കുന്ന വിളി അതല്ലേ? നമ്മുടെ മക്കളെ നമ്മൾ വിളിക്കുന്ന വിളി ശൈത്താൻ എന്ന് വിളിക്കും. ദേഷ്യം കയറുമ്പോ ഹമുക്ക എന്ന് വിളിക്കും. പിന്നെ നാടൻ ഭാഷയിൽ തെറി അറിയാമെങ്കിൽ അത് വിളിക്കും. അപ്പൊ അതിനനുസരിച്ച് മലക്കൾ ആമയും പറയും. അതേപോലെ അവൻ വളർന്നു വരുമ്പോൾ അവൻ ശൈത്താനായിരിക്കും, ഇബ്ലീസ് ആയിരിക്കും, അവൻ ജഹന്നമായിരിക്കും. കാരണക്കാരനാര്? പ്രവാചകന്മാര് ദുആ ചെയ്തത് മക്കൾക്ക് വേണ്ടി ശൈത്താനായ കുട്ടിയെ താ അല്ലാഹ് എന്നല്ല, ഇബ്ലീസായ കുഞ്ഞിനെ താ അല്ലാഹ് എന്നല്ല. പ്രവാചകന്മാര് ദുആ ചെയ്തത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സാലിഹായ കുഞ്ഞിനെ താ പടച്ചവനെ. റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ, വർഷങ്ങളോളം മക്കളില്ലാത്ത സക്കരിയ നബി ദുആ ചെയ്യുകയാണ്. വർഷങ്ങളോളം മക്കളില്ലാതെ ആ സക്കരിയ നബിയുടെ ദുആയാണ്, റബ്ബേ നിന്റെ ഭാഗത്തു നിന്ന് നീ ഇഷ്ടപ്പെട്ട ഒരു സാലിഹായ, ഒരു സദ്വൃത്തനായ സന്താനത്തെ നീ എനിക്ക് തരണമേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി ദുആ ചെയ്തില്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കുകയല്ലേ? പടച്ച റബ്ബ് സക്കരിയ നബിക്ക് കൊടുത്തത് സാലിഹായ സന്താനമാണ്. സക്കരിയ നബി ദുആ ചെയ്തു, മക്കളില്ല. പക്ഷെ എങ്ങനത്തെ ഒരാണിനെത്താ, പെണ്ണിനെത്താ, ഒരു ശൈത്താനായ കുട്ടിയെത്താന്നല്ല, മിനസ് സ്വാലിഹീൻ, സാലിഹായ കുട്ടിയെത്താ അല്ലാഹ്. ഈ സാലിഹായ കുട്ടികൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ. ഈ സാലിഹായ കുട്ടിയുടെ ദുആയെ ഉപ്പാക്ക് ഉപകാരപ്പെടൂ. ഈ സാലിഹായ കുട്ടിയുടെ പ്രവർത്തനങ്ങളെ ഈ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുകയുള്ളൂ. ഈ മക്കളെങ്ങാനും പിഴച്ചു പോയാൽ മാതാപിതാക്കളെ, ആ മക്കള് പിഴച്ചതിന്റെ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളും ഏറ്റെടുക്കണം കേട്ടോ. നല്ലപോലെ ചിന്തിക്കണം. വാള് കേട്ടാ പോരാ, വാളിന് നിങ്ങൾ വരികയോ വരാതിരിക്കോ നല്ല പ്രശ്നം. യൂട്യൂബിലൂടെങ്കിലും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോ. നമ്മുടെ മക്കളെ ദുനിയാവിൽ നമ്മൾ എത്ര സ്നേഹിക്കുന്നു, ഇത് കണ്ണടയുന്നതോടുകൂടി തീർന്നു ആ സ്നേഹം. ആ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുന്ന ദുനിയാവിൽ. പക്ഷേ ഇത് വീണ്ടും റീകണക്ട് ചെയ്യണമെങ്കിൽ ദുനിയാവിൽ സാലിഹായി വളരണം മക്കൾ. ആ മക്കളെ അല്ലാഹ് നല്ല കണക്ട് ആക്കി തരുള്ളൂ, ഇല്ലെങ്കിൽ കണക്ട് ആക്കൂല. ആ മക്കളെ സാലിഹായ മോനെ അല്ലാഹ് കണക്ട് ആക്കി തരുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് ഈ ദുനിയാവിൽ നമ്മുടെ മക്കളെ ആഖിറത്തിൽ വേണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് സാലിഹായ നിലയിൽ ജീവിക്കാൻ വേണ്ടി തന്റെ മാതാപിതാക്കൾ മക്കൾക്ക് പ്രചോദനം ചെയ്യും. അല്ലെങ്കിൽ കിട്ടൂല, വല്ലാഹി കിട്ടൂല. ന്യായത്തല്ല ഓതി പറഞ്ഞുതരാം, കിട്ടൂല. നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പിഴച്ചു പോയില്ലേ? ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാ, നൂഹേ നീയും ഇസ്ലാമിനെ അംഗീകരിച്ചവരായ സത്യവിശ്വാസികളെ ആ കപ്പലിലേക്ക് നീ കയറ്റണേ നൂഹേ. ഞാൻ വലിയൊരു സുനാമി അടിക്കാൻ പോവാണ്. വലിയൊരു സുനാമി അടിപ്പിച്ച് ഈ നാടിനെ മുഴുവൻ, ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നത് പുഴക്കരയാണിത്. ഇവിടെ ഇപ്പൊ വെള്ളമില്ലാത്ത ആറാണ്, പുഴയാണ്. പാനി നഹി ദറിയ, പാനിയില്ലാത്ത പുഴയാണ്. പക്ഷെ ഇത് വെള്ളം കയറിയാൽ ഭയങ്കരമായിട്ട് വെള്ളം, ഇവിടെ മൊത്തം വെള്ളമാവും. നമുക്ക് പറയും പള്ളി എല്ലാം കൂടെ വെള്ളമാവും.
ഇപ്പൊ ഭയങ്കര വെള്ളപ്പൊക്കമായി. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മലയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് കപ്പൽ പണിയാണ്. എല്ലാവരും ചോദിച്ചു, എതിരാളികളൊക്കെ ചോദിച്ചു, ഭ്രാന്തൻ വിവരമില്ലാത്ത മലയുടെ മുകളിൽ കൊണ്ട് കപ്പൽ വെച്ചിട്ട്. ആരുടെ കൽപ്പന? അള്ളാന്റെ കൽപ്പനയാണ്. കൊണ്ടുവച്ചോ, സുനാമി അടിപ്പിക്കാൻ പോവാണ്. വെള്ളമില്ല ഞങ്ങൾ വെള്ളത്തിന് റിങ് ഇറക്കിയിരിക്കുകയാണ്. വെള്ളത്തിന്റെ ദുആ ചെയ്യാണ്. ഈ വെള്ളം കൂടി അവിടെ എത്തുമ്പോൾ നിങ്ങൾ ദുആ ഇറക്കും, അല്ലാഹ് ഈ വെള്ളം ഒഴിവാക്കല്ല, വെള്ളം ഒന്ന് ഒഴിവാക്കി താ അല്ലാഹ്. ഇതാണ് നമ്മുടെ പരിപാടി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ് പറഞ്ഞു, നൂഹേ ആ മലയുടെ മുകളിൽ പോയിട്ട് വസ്നഇൽ ഫുൽക ബിഅയുനിനാ, എന്റെ മേൽനോട്ടത്തിൽ നീ ഒരു കപ്പൽ പണി, ഞാൻ വലിയൊരു സുനാമി അടിപ്പിക്കാൻ പോവാണ്. ഇവിടെ വലിയ ഒരു സുനാമി അടിപ്പിച്ച് മൊത്തം തകർത്ത് തരിപ്പണാക്കാൻ പോവാണ്. അപ്പോ ആ സമയത്ത് വെള്ളം കയറുമ്പോ നിന്നെ വിശ്വസിച്ചവർ, അതായത് അള്ളാഹെ വിശ്വസിച്ചവർ, അള്ളാഹിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവർ ആ വണ്ടിയിൽ കയറ്റിക്കോ, എന്നിട്ട് നിങ്ങൾ വണ്ടി വിട്ടോളി, ബാക്കി കാര്യങ്ങളും ഞാൻ ഏറ്റു. അങ്ങനെ ഭയങ്കരമായ വെള്ളപ്പൊക്കം വന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ വരെ വെള്ളം എത്തി. ഭൂമിയുടെ അടിവാരത്തിൽ നിന്ന് മുകളിൽ വരെ വെള്ളം എത്തി. കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് തന്റെ മകൻ ആ വെള്ളത്തിൽ കിടന്നിട്ട് മരിക്കാൻ വേണ്ടിട്ട് നിലയില്ലാതെ കഷ്ടപ്പെടുന്ന കണ്ടു. ഉടനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, മോനെ കേറി വാടാ പൊന്നു മോനെ. നൂറ്റാണ്ടിൽ മക്കളെ ചിന്തിക്കണം. ഈ മാതാപിതാക്കൾ മക്കളെ വിളിക്കടാ, വാടാ അമ്മനെ, നീ പള്ളിക്ക് വാടാ, നിസ്കരിക്കാൻ വാടാ, നീ വരയ്ക്ക് വാടാ, നീ പുരക്ക് കൃത്യസമയത്ത് വൈകിട്ട് 8 മണിയാകുമ്പോൾ നീ പുരക്ക് കയറണം മോനെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് മക്കൾ വരുമോ? അവൻ 12 മണി 1 മണി വരെ അവനോട് അങ്ങാടിയിലായിരിക്കും. വാപ്പാക്ക് മോനോളം ബന്ധമില്ല. പിന്നെ വാപ്പ വല്ലി വരികയോ വരാതിരിക്കോ ചാവാതിരിക്കോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഉപ്പ പോയി കിടന്നുറങ്ങും. പോയി നമുക്ക് എന്ത് ബന്ധം? വെറുതെ ഉണ്ടാക്കി പ്രൊഡക്റ്റ് ചെയ്ത് വിടുക. ഈ ബന്ധമല്ലാതെ വേറെ എന്താ ബന്ധം? വിളിച്ചാ വരണം, അതാണ് മകൻ, അതാണ് സാലിഹായ മകൻ. വിളിച്ചാ വന്നില്ലെങ്കിൽ സാലിഹായ മകനല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, പൊന്നുമോനെ കയറടാ, എന്നോടൊപ്പം കയറടാ മകനെ. വാപ്പ വളരെ ഗദ്ഗതത്തോടെ വിളിക്കുകയാണ്, വാപ്പ സ്നേഹത്തോടെ വിളിക്കുകയാണ് തന്റെ മകനെ. വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളോടൊപ്പം പോകരുതേ പൊന്നുമോനെ, ഈ ഉപ്പാടെ വഴികളിലേക്ക് കടന്നു വാടാ. വലിയ വിഷമത്തോടെ വാപ്പ വിളിച്ചത് ആലോചിച്ച് വെക്കണേ. ഒരു മകനൊരു വിഷമവും പ്രയാസവും വരുമ്പോ മകനെ പോലീസ് ഇവിടെ ജയിലിലാക്കുമ്പോ ഉപ്പാക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. തന്റെ മകനല്ലേ, തന്റെ രക്തമല്ലേ ഇത്, സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. തന്റെ രക്തമായതുകൊണ്ട് അവനെ എത്ര തെറ്റ് ചെയ്താലും ഒന്ന് വിളിക്കും, പ്ലീസ് എടാ മോനെ വാ, പുറയ്ക്ക് വാ, നീ വരയ്ക്ക് വാ. കഞ്ചാവ് അടിച്ചിട്ട് കിടന്നാലും പോലീസ് പിടിച്ചിട്ട് കൊണ്ട് ഇടിച്ചാലും ഉപ്പ പോയി അവനെ ജാമ്യത്തിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ടുവരും. ആ ഉപ്പയുടെ സ്നേഹം അതിന്. പക്ഷെ അങ്ങനെ അനുസരണ ഇല്ലാത്ത മകൻ പിന്നെന്താവും? അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ യാത്ര ചെയ്യുമ്പോ തന്റെ മകനതാ വെള്ളം കുടിച്ച് ചാവാറായി മരിക്കാറാകുമ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, മോനെ ഈ ഉപ്പ പറയുന്നതൊന്ന് കേൾക്കണേടാ, ഈ ഉപ്പയോടൊപ്പം നീ കേറി വാടാ പൊന്നുമോനെ. നൂഹ് നബിയുടെ മകനാണ്, ഒരു പ്രവാചകന്റെ മകനാണ്. ചിന്തിക്ക്, ഈ ഇരിക്കുന്ന ഉപ്പമാരും ആയിരിക്കുന്ന ഉമ്മമാരും ഒന്ന് ചിന്തിക്ക്. നൂഹ് നബിയാണ് പ്രവാചകൻ. 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. പറഞ്ഞത് എന്തെന്നറിയോ? അലയാബത്തി ഖാല സാവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ ഖാല സാവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ. പോയിക്കോപ്പാ, ഞാൻ എവിടെയെങ്കിലും കയറി പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം,
നിങ്ങളോടൊപ്പം ഞാൻ വരൂല ഉപ്പ, ഞാൻ വരൂല കേട്ടോ. എനിക്ക് രക്ഷയുടെ മാർഗമുണ്ട്, എനിക്ക് രക്ഷയുടെ കവാടമുണ്ട്, എനിക്ക് രക്ഷയുടെ വഴികളുണ്ട്. ആ മകൻ ആ വെള്ളത്തിന്റെ തിരമാലകളിൽ ഭേദിച്ചുകൊണ്ട് ആ മകൻ നിലവിളിക്കുമ്പോ ആ പിതാവ് വീണ്ടും ആ മകനെ നോക്കിയിട്ട് പറയുകയാ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. ഇല്ലടാ മകനെ, ഇല്ലടാ മകനെ, ഇന്നത്തെ ദിവസം നിനക്ക് അല്ലാന്റെ രക്ഷയല്ലാതെ, അല്ലാന്റെ കരുണയല്ലാതെ നിനക്ക് യാതൊരു കരുണയുമില്ല കേട്ടോ. അതുകൊണ്ട് മകനെ ഈ ഉപ്പ പറയുന്നതൊന്ന് കേൾക്കണേ, ഈ ഉപ്പയുടെ വഴികളിലേക്ക് സഞ്ചരിക്കണേ. ഈ വാപ്പ നിലവിളിച്ചിട്ട് തന്റെ മകനെ നോക്കി പറയുകയാണ്. കഷ്ടം വാപ്പമാരുടെ അവസ്ഥയെ. എങ്ങനെയെങ്കിലും ഒന്ന് മകൻ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ ഉപ്പ വിളിക്കുന്നത്. പക്ഷെ മക്കൾ കേൾക്കാതെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? മക്കൾ കേൾക്കാതെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ വാതിൽ വിളിച്ചു, വാതിൽ നമ്മള് മക്കളെ വിളിച്ചു, മോനെ നമുക്ക് ബാലാക്കിട്ട് നീ ഉസ്താദ് വരുന്നു, ബാ പോയിട്ട് വരാം. അത് ലൈവ് ഉണ്ട്, അമ്മ അമ്മ കേട്ടോ, നിങ്ങൾ പോയിട്ട് വരും. നമുക്ക് സിയാർത്തൊക്കെ ആക്കിട്ട് അത് ലൈവിൽ ഞാൻ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ക്യാമറ തിരിച്ചു വെക്കുമ്പോൾ അവിടെ കബർ കാണും, ഞാൻ സിയാർത്താക്കിക്കോളാം. ഞാൻ അങ്ങനല്ല, മദീനയിലൊക്കെ ഞാൻ അങ്ങനെയല്ല സിയാർത്ത്. ഇവിടെ നിന്നുണ്ട് അങ്ങോട്ട് സലാം പറയും. എല്ലാം ഓൺലൈൻ പരിപാടിയല്ല. ഇപ്പോൾ പഠിക്കുന്നത് ഓൺലൈനായി, നിക്കാഹ് ഓൺലൈനായി, അപ്പോൾ അതിനനുസരിച്ച് യാത്ര ഓൺലൈനായി, പ്രസവിക്കുന്നത് ഓൺലൈനായി, എല്ലാം ഓൺലൈനാകുമ്പോൾ നമ്മളിപ്പോൾ ഈ വാളും ഓൺലൈനായി, സിയാർത്തും ഓൺലൈനായി, കച്ചവടം ബിസിനസ് എല്ലാം ഓൺലൈൻ. ഇനി തീറ്റിയും കുടിയും മാത്രം ഓൺലൈനായാൽ മതി. അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി തിന്നുന്നു, അത് ഓൺലൈൻ തന്നെ. തീറ്റിയും തിന്നുന്നതും കുടിക്കുന്നതും ഓൺലൈനിലാണ്, എല്ലാം ഓൺലൈനല്ലേ? ഇല്ല ഉസ്താദേ, തിന്നുന്നതും കുടിക്കുന്നതും ഓൺലൈനിലാണ്. ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നു, വരുന്നു, തിന്നുന്നു, കുടിക്കുന്നു, എല്ലാം ഓൺലൈൻ. എല്ലാം ഓൺലൈൻ. ഒരു ജോലിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കും ഓൺലൈൻ. അപ്പൊ സിയാറത്തും ഓൺലൈൻ. മക്കളുമായിട്ടുള്ള ബന്ധം പോയി. ഇനി ഉപ്പ ഇവനെ വിളിക്കണമെങ്കിൽ ഓൺലൈനിൽ കയറിയിട്ട് ഓൻ ഏടേക്ക് പോയിന് അള്ളാഹു ആലം അറിയില്ല. ഓൺലൈനിൽ പോയിട്ട് ചോദിക്കണം, എവിടെ പോയിട്ട്, എവിടെ പോയിന് അറിയില്ല. ഓൺലൈനിൽ നോക്കുമ്പോൾ ഓൺലൈനിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കണം, ഇവൻ പോയത് എവിടേക്കാണ്, ഏതൊക്കെ വഴി. ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ഇവൻ പോകുന്ന വഴി ആ ഗൂഗിൾ മാപ്പിൽ കയറി നോക്കണം, ഇവൻ പോയ വഴികളൊക്കെ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കാലഘട്ടം എല്ലാം പോയി, മക്കളെ പോയി, മാതാപിതാക്കളും മക്കളുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു പോയി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് അനുസരിക്കാതെ വന്നപ്പോ നൂഹ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, യാ റബ്ബി പടച്ചവനേ, ഇന്നബിനി മിൻ അഹ്ലി, എന്റെ മകനാണ്, അവൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അല്ലാഹ് വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ, പടച്ചവനെ എന്റെ മകന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നിന്റെ വാഅദ സത്യമാണ് റബ്ബേ. ഞങ്ങളെ രക്ഷിച്ചോളാമെന്നും ഞങ്ങളെ കരകയറ്റാമെന്നും പടച്ചവനെ സാലിഹീങ്ങളെ, എല്ലാവിധ സാലിഹീങ്ങൾക്ക് എല്ലാവിധ സുരക്ഷയും നൽകാമെന്ന് നീ ഞങ്ങളോട് കരാറ് ചെയ്തവനാണ് നാഥാ. അതുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനാണ് റബ്ബേ, അവനെ നീ ഒന്ന് രക്ഷിക്കണേ നാഥാ. ഒരു പ്രവാചകൻ വാപ്പ പറഞ്ഞിട്ട് അനുസരിക്കാതെ വന്നപ്പോ ഉപ്പ നേരെ അള്ളാഹിലേക്ക് തിരിഞ്ഞു, അല്ലാഹ് അവനെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. ആദ്യം നമ്മൾ തർബിയത്ത് കൊടുക്കണോ, പിന്നെയും അള്ളാഹിലേക്ക് ചോദിക്കാൻ പറ്റും. കല്യാണം കഴിച്ചിട്ട് ദുആ ചെയ്യണം, പടച്ചവനെ എനിക്ക് ഇനി ഒരു കുട്ടിയെ താ അല്ലാഹ്. കിട്ടും. കല്യാണം കഴിക്കാതെ 100 വർഷം ദുആ ചെയ്താലും കുട്ടിയെ കിട്ടൂല. എങ്ങനെ കുട്ടിയെ കിട്ടാന്? എവിടുന്ന് കുട്ടിയെ തരുമല്ല? ഇനി ഏത് വലിയാണെങ്കിലും ദുആ ചെയ്താൽ കിട്ടും. അപ്പൊ കുട്ടിയെ നീ പഠിപ്പിക്കാൻ മദ്രസയിൽ വിട്ട്, ഖുർആൻ പഠിപ്പിക്കാൻ വിട്ട്, നിസ്കരിക്കാൻ വിട്ട് നീ ദുആ ചെയ്യ, അല്ലാഹ് അവനെ നീ സാലിഹാക്കണേ അല്ലാഹ്, ഹാഫിള് ആക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന ഒരു കുട്ടിയാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന പൊന്നു കുട്ടിയാക്കണേ അല്ലാഹ്. ദുആ ചെയ്യ്, അല്ലാഹ് കബൂലാക്കും. ഇത് സിനിമ കാണാൻ പോകാനും റീൽസ് എടുക്കാൻ പോകാനും മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടിട്ട് ഓൺ ഡാൻസ് ആടാനും പടക്കം പൊട്ടിക്കാനും പാട്ട് പാടാനും ഒക്കെ പോയിട്ട് നമ്മൾ ഇരുന്നിട്ട് അവനെ നീ സാലിയാക്കണേ അല്ലാഹ്, ഹാഫിള് ആക്കണേ അല്ലാഹ്, ആലിമാക്കണേ അല്ലാഹ്. ഒലക്കട മൂടായിരിക്കും ആവുന്നത്. എന്താവാനാണ്? മണ്ണാങ്കട്ടയാണ്. എന്താവാനാ? ആദ്യം വഴിക്ക് തിരിച്ചുവിട്, എന്നിട്ട് ദുആ ചെയ്യ്. ആ വഴിയിലേക്ക് തിരിച്ചുവിട്.
വഴിയിലേക്ക് തിരിച്ചു വിടാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ചോദിച്ചു, നൂഹേ, ആവശ്യമില്ലാത്തതാണ് നീ ചോദിക്കുന്നത്. അവൻ പഴിച്ചു പോയവനാണ്, നീ അവനെ ശരിയാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നീ അവന്റെ കാര്യത്തിൽ നീ ചർച്ചയും ചെയ്യണ്ട. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم. നൂഹേ, അവ സാലിഹായ സദ്വർത്തനായ സന്താനമല്ല കേട്ടോ. അവനും നീയുമായി ഇനിയൊരു ബന്ധമില്ല കേട്ടോ. എത്ര വലിയ കടുത്ത വാക്ക അല്ലാഹു ഉപയോഗിച്ചെന്നറിയോ? എത്ര വലിയ കടുക്കപ്പെട്ട വാക്ക ആലോചിച്ചു നോക്കി. അല്ലാഹു പറഞ്ഞു, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബക്കാരനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സാലിഹായ സന്താനമേ അല്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാപ്പ വിളിച്ചിട്ട് വരാത്ത മക്കള്, വാപ്പ വിളിച്ചിട്ട് പൊരക്ക് വരാത്ത മക്കള്, വാപ്പ പറഞ്ഞത് കേൾക്കാത്ത മക്കള് സാലിഹല്ലാത്ത മക്കളാന്ന് അല്ലാഹു പറഞ്ഞു. നമ്മളോ? നിങ്ങളുടെ മക്കളെ വിളിച്ചിട്ട് വരുമോ? നിങ്ങളുടെ മക്കളെ വിളിച്ചു വരുമോ? ഓൻ കളിക്കുന്ന ടൈമിൽ ഓനെ വിളിച്ചു വരുമോ? നിസ്കരിക്കാൻ പള്ളിക്ക് പോകണ്ട, വാടാ മോനെ, വാടാ, വിളിച്ച വാടാ, വരുമോ? നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ അവൻ സാലിഹല്ലാന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ എന്ത് വാപ്പായും മകനും തമ്മിലുള്ള ബന്ധം? പറ. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ വന്നില്ല, പിന്നെ നിങ്ങൾ മോനോട്ട് എന്താ ബന്ധം? എന്താ ബന്ധം? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? കുറച്ച് മുന്നോട്ടിരിക്ക. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ശരിയല്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? നിങ്ങളെ മോൻ വിളിച്ചിട്ട് അനുസരണയോടുകൂടി വാ. അനുസരണയോട് വന്നാൽ അവൻ അനുസരണയുള്ള മോനാണ്. വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവൻ അനുസരണയുള്ളവനാവോ? ആവോ? എങ്ങനെയാകും? പറയും. അവനെ വിളിച്ചിട്ട് വന്നില്ല, അതപ്പോ മര്യാദയുള്ള എന്താ പള്ളിക്ക് വാ. ഇല്ല, ഇപ്പൊ പോയിട്ട് വാ, ഞാൻ പിന്നെ വരാം, വയ്യ വരാം. ഓക്കെ, അത് മതി. നീ വിളിച്ചിട്ട് ആ വിളിക്ക് ഉത്തരം നൽകി. വിളിക്ക് ഉത്തരം നൽകി. ഉപ്പ വിളിച്ച് വിളിക്ക് ഉത്തരം നൽകി. അതാണ് നമുക്ക് വേണ്ടത്. അനുസരണയുള്ള മക്കളെയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ മക്കളെ കുറെ പ്രൊഡക്റ്റ് ചെയ്ത് 10 മക്കളെ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കടവും വാങ്ങി, അതും വാങ്ങി, ഇതും വാങ്ങി, അടിയുണ്ടാക്കി, ലഹരി അടിച്ച്, കള്ളു അടിച്ച്, ചാരായ അടിച്ച്, പഞ്ചാര അടിച്ച് അവൻ ഇങ്ങനെ നടക്കാണ്. ഇങ്ങനെ കുറെ മക്കളെ നമുക്ക് ഉണ്ടാക്കിയിട്ടാല് വാപ്പാക്ക് എന്താ ഫായതകൾ? വാപ്പാക്ക് കേസിന് ഇങ്ങനെ പോലീസിനെ വിളിച്ചോണ്ടിരിക്കണം. ഈ പൈസ മൊത്തം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത് കേസ് പറഞ്ഞ് മോനെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്താ അതുകൊണ്ട് എന്ത് ഫായിദ? ഇവനെ കൊണ്ട് എന്ത് ഫായിദ? വാപ്പാക്ക് ഒരു ദുആയെങ്കിലും ചെയ്യുന്ന ഒരു മോനുണ്ടോ? എന്ത് ഫായിദ? വാപ്പയും മകനും തമ്മിലുള്ള ഖൽബിയായ ബന്ധം. എന്ത് ബന്ധം? ഏത് വിഷയത്തിൽ ബന്ധം? ഈമാന്റെ വിഷയത്തിൽ ബന്ധം. വാപ്പയും മകളും തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഈമാന്റെ വിഷയത്തിലായിരിക്കണം. ഈമാൻ ഇല്ല എങ്കിൽ അവൻ സാലിഹായ പെണ്ണുമല്ല, സാലിഹായ ആണുമല്ല. ഉദാഹരണം ഇഷ്ടം പോലെ പറഞ്ഞുതരാം. നല്ലപോലെ ചിന്തിച്ചോളൂ. അതുകൊണ്ട് നല്ലതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുത്താൽ നമുക്ക് സ്വർഗത്തിലെത്താം. അതുകൊണ്ട് അല്ലാഹു സ്വർഗത്തിൽ കയറുന്നവരെ സലഹ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സ്വലഹ ആ സ്വലഹ എന്ന വാക്ക് അല്ലാഹു അവിടെ ഉപയോഗിച്ചതിനാ പിന്നെ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഈ സാലിഹീങ്ങൊക്കെ ഉള്ളു സ്വർഗം. അതാദ്യം ചിന്തിച്ചോളി. സാലിഹീങ്ങൊക്കെ ഉള്ളു സ്വർഗം. നമ്മൾ ചിന്തിച്ചോളി, നല്ലപോലെ ചിന്തിച്ചോളി. ഈ ഖുർആൻ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാല്, ഈ വഅദ് മതപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് ടൈം കളയലല്ല. എന്തെങ്കിലും എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാട്ടിന്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് വഅദ് കേട്ടിട്ട് പോയിട്ട് എന്ത് ഫായതയാണ്? എന്തായാലും എനിക്ക്, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഈ ലോകത്തെ ജീവിക്കാനുള്ളവരല്ല. നമ്മുടെ ലോകം വേറെയാണ്.
നമ്മുടെ ലോകം വേറെയാണ്. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ പേരും എതിര് മുസ്ലിമിനോടാണ്. ലോകത്തെ മുഴുവൻ സമുദായവും എതിര് മുസ്ലിമിനോടാണ്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠരായവരും ഉത്കൃഷ്ടരായവരും നമ്മളാണ്. യാതൊരു സംശയവും അതിനില്ല. നമ്മൾ അഗ്നി ആരാധിക്കുന്നവരല്ല, നമ്മൾ ബിംബത്തെ ആരാധിക്കുന്നവരല്ല, നമ്മൾ വലിയ വടവൃക്ഷങ്ങളെ ആരാധിക്കുന്നവരൊന്നുമല്ല, ദീപത്തെ ആരാധിക്കുന്നവരല്ല, സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കുന്നവരൊന്നുമല്ല. നമ്മൾ വലിയ വലിയ കല്ല് കാണുമ്പോൾ ആരാധിക്കുന്നവരൊന്നുമല്ല, കുരിശിനെ ആരാധിക്കുന്നവരല്ല, കാളയെ ആരാധിക്കുന്നവരല്ല, പശുക്കുട്ടിയെ ആരാധിക്കുന്നവരല്ല. ഇതൊന്നും നമുക്ക് പറ്റൂല. അതൊക്കെ അങ്ങനെ ആരാധിച്ചാൽ അവൻ ഈമാനിൽ നിന്ന് ഡിസ്മസ്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൽ നിന്ന് പുറത്താക്കി പരാജയപ്പെടുത്തി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് നമ്മൾ ഈമാനുള്ളവരാണ്. അല്ലാഹു ഉണ്ട്, റബ്ബുണ്ട്, അവനെ നമ്മൾ ആരാധിക്കുന്നു. അവനല്ലാതെ ഒരു ഇലാഹില്ല. ആ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുന്നവരാണ്. അവന്റെ സ്വർഗത്തിലെത്താനാണ് നമ്മൾ ഈ കളി കളിക്കുന്നത് മുഴുവനും. ആ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് അല്ലാഹ് നമ്മളിട്ടൊരു കളിപ്പിക്കലാണ് ഈ ദുനിയാവില്. അതിൽ നമ്മൾ വിജയിച്ചാൽ അൽഹംദുലില്ലാഹ് നേരെ സ്വർഗത്തിലേക്ക് വരാൻ അല്ലാഹ് എന്നെ വിളിക്കാൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സ്വർഗത്തിലേക്കുള്ളതിന്റെ അടയാളങ്ങളാണ് ഈ കിടക്കുന്നത്. ഈ മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓർക്കണേ, എന്തിനാണ് സാലിഹീങ്ങളെ പുകഴ്ത്തുന്നത്, എന്തിനാണ് സാലിഹീങ്ങളെ സ്മരിക്കുന്നത്? അവർ അല്ലാഹുവിനെ തെരഞ്ഞെടുത്തവരാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചവരാ, ആ വഴികളിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടി വഫാത്തായവരാ. അതുകൊണ്ടാണ് അവർക്ക് നമ്മളൊരു പേരിട്ടത് സാലിഹീങ്ങൾ. സ്വർഗത്തിൽ പോകുന്നവർ 4 വിഭാഗമല്ലേ? ആ 4 വിഭാഗങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. അൻഅംത അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കള് സ്വർഗത്തിലാണ്, സിദ്ദീഖീങ്ങള് സ്വർഗത്തിലാണ്, ശുഹദാക്കള് സ്വർഗത്തിലാണ്, വസ്സാലിഹീൻ സാലിഹീങ്ങളായവരെ, സദ്വർത്തരായവരെ, സദ്ഗുണസമ്പന്നരെ, സൽസ്വഭാവമുള്ളവരെ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. സ്വാലിഹീങ്ങൾ, അതിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയുന്നത്, അതിനാണ് സ്വാലിഹായ സന്താനം എന്ന് പറയുന്നത്, അതിനാണ് സ്വാലിഹീങ്ങളോടൊപ്പം മുജാലസത്തുൽ അഖ്യാർ, അവരുമായി ബന്ധം വേണമെന്ന് പറയുന്നത്. വെറുതെ അല്ല. ഇസ്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു പോയൊരു സാധനത്തെ നന്നാക്കി എടുക്കുന്നതിനാണ്. പിന്നെ ഒരു കുട്ടി പഴിച്ചുപോയി, അവനെ നന്നാക്കി എടുക്കണമല്ലോ. അതാണ് സലാഹിയത്ത്. സാലിഹ് എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. അവിടെ മാതാപിതാക്കളുടെ വിളിക്ക് ഉത്തരം നൽകുന്നവനാണ് സാലിഹായ മനുഷ്യൻ. ആ വിളിക്ക് ഉത്തരം നൽകാത്തവൻ സാലിഹ് അല്ല എന്ന് ഖുർആൻ പറയാണ്. قال يا نوح إنه ليس من أهلك إنه عمل غير صالح. സാലിഹായ മനുഷ്യനാണെങ്കിൽ വിളിച്ചാൽ അപ്പോഴേ വരും. അപ്പൊ നമ്മുടെ മക്കളെ സ്വാലിഹാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗർഭിണിയായിരിക്കുമ്പോഴും ദുആ ചെയ്യണം. فلما تغشاها حملت حملا خفيفا فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا. ശ്രദ്ധിച്ച് ആയത് നല്ലപോലെ ശ്രദ്ധിച്ചേട്ടെ. വന്ന സ്വാലി എന്നുള്ള വാക്ക് വന്നണ്ട. ലഇൻ ആതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അർത്ഥം ഒന്ന് ചിന്തിച്ചപ്പോൾ നല്ലപോലെ ഒന്ന് ചിന്തിക്കും. ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കാൻ തോന്നിക്കട്ടെ. ചുമ്മാ കുറെ മോളം മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് എന്ത് ഫായതയുണ്ട്? ഈ കഴുതകളെക്കാളും കഷ്ടം പോത്തുകൾ. വെറുതെ ഒരു ഫായത ഇല്ല. കുറെ കീറിയ നിക്കറും കുറെ ജട പിടിച്ച മുടിയും,
ഇത് തന്നെ ഇവന്റെ വേഷം തന്നെ, അവന്റെ വേഷം തന്നെ നശിച്ചു പോയി. ഒരു ഔറത്തും മറക്കൂല, ഔറത്ത് പോലും മറക്കാത്ത ഒരവസ്ഥയിലേക്ക് മുട്ടും കാണിച്ച് തുടയും കാണിച്ച് അവന്റെ എല്ലാ സാധനവും കാണിച്ച് അവൻ ഒരു അദബും ഇല്ല, മര്യാദയില്ലാത്ത അവന്റെ കോലം തന്നെ മാറിക്കണം. കാതിൽ കമ്മലിട്ട്, കയ്യിൽ ബ്രേസ്ലെറ്റ്, കഴുത്തിൽ കുറെ മാലി വാരിയിട്ട്, കുറെ പാൻറ് ഇട്ടാൽ അത് 5-6 സ്ഥലത്ത് കീറിയിട്ട്, എന്ത് കോലം. അവൻ ഹൈവേ ഉണ്ടാക്കിയതുപോലെ 4 ലൈൻ പോലെ അവൻ്റെ ദാടിയും പഠിച്ച്, അവൻ്റെ മുടിയിൽ കുറെ ഹൈവേ, ഇതിൽ കുറെ ബൈപ്പാസ്, ഇതിൽ കുറെ സർവീസ് റോഡ്. എന്ത് 2000 റുപ്യ 3000 റുപ്യ മുടി വെട്ടുന്നതിൻ്റെ ചാർജ്, 2000 റുപ്യ 3000 റുപ്യ മുടി വെട്ടുന്നതിൻ്റെ ചാർജ്. അവൻ്റെ ആനത്തിൽ മുടി ഇങ്ങനെ നിൽക്കുകയാണ്, അവൻ്റെ ഇബത്തിൽ മുടി നിൽക്കുകയാണ്, കശത്തെ മുടി എടുത്തിട്ടില്ല, അവൻ്റെ ഗുഹ്യഭാഗത്തെ മുടിയെടുത്തിട്ടില്ല. 40 ദിവസത്തിനുള്ള എൻ്റെ കക്ഷത്തെയും നിന്റെ ഗുഹ്യഭാഗത്തെ മുടിയെടുത്തില്ലെങ്കിൽ നിസ്കാരം തന്നെ കമാലിയത്താവൂല. അതാരും കാണുന്നില്ലല്ലോ. ഇത് മാത്രം വൃത്തിയാക്കി കൊണ്ടു നടക്കും, ബാക്കിയുള്ളതൊന്നും നാം നോക്കാറില്ല. അതൊക്കെ എക്സ്പയർ ആയിട്ട് മാസങ്ങളായി വൃത്തിയാക്കൂല. അള്ളാന്റെ റഹ്മത്ത് അങ്ങനെ കിട്ടും, അള്ളാന്റെ ബർക്കത്ത് അങ്ങനെ കിട്ടും. ചിന്തിച്ചൊക്കെ ഇത് പഠിപ്പിച്ചു തരാണ് നമുക്ക് ഇസ്ലാം. ശുദ്ധി പഠിപ്പിച്ചു തരാണ്, സംസ്കാരം പഠിപ്പിച്ചു തരാണ് ഇസ്ലാം. മക്കളെ പഠിപ്പിക്കും. അതുകൊണ്ട് സാലിഹ് സാലിഹ് എന്ന് വെറുതെ അല്ല ഒരു വാക്ക്. ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. ഒരു ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്കുമ്പോ, ഒരു ഭർത്താവ് ഭാര്യയെ പ്രാപിക്കുമ്പോ അവൾ ലഘുവായ തോതിൽ ഗർഭിണിയാവുകയാണ്. ലഘുവായിട്ട് ഗർഭിണിയാവും. അറിയില്ലല്ലോ, ഇപ്പൊ കല്യാണം കഴിച്ച് 2 മാസമായി ഗർഭിണിയാവൂല, 3 മാസമായി ഗർഭിണിയാവൂല, 4 മാസമായി ഗർഭിണിയാവൂല, ഇങ്ങനെ നടക്കും. പിന്നെ എന്തോ ഒരു ചെറിയ സംതിങ് റോങ്, ഒരു വൊമിറ്റിങ് വരുന്ന, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ഛ എനിക്ക് എന്തോ അതാവുന്നത്, എനിക്കൊരു അച്ചാറ് തിന്നണോ, പേരക്ക തിന്നണോ, മാങ്ങ തിന്നണോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോയി ടെസ്റ്റ് ആക്കുമ്പോൾ പോസിറ്റീവ്, ഭയങ്കര സന്തോഷം, ഭയങ്കരമായ സന്തോഷം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവായി, ഗർഭിണിയായി, അവരുടെ 2 പേരുടെ പ്രാർത്ഥന എന്തെന്നറിയോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊരു സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ. അവിടുത്തെ ദുആ അതാണ്. അവിടുത്തെ ദുആ അതാണ്. സാലിഹായ സന്താനത്തെ താവടച്ചവരെ. ചോദ്യം, ഖുർആൻ പഠിപ്പിച്ച്, ഖുർആൻ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വിവരമില്ലാതെ പോയത്. ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണ്, ഖുർആൻ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. ഖുർആൻ നമ്മൾ ആയത്ത് ചിന്തിച്ചു ഓതണം, വെറുതെ ഓതിട്ട് കാര്യമില്ല. ഖത്തം തീർക്കും, 100 ഖത്തം തീർക്കും. ഖത്തമൊക്കെ കല്ലിവല്ലി, ഖത്തം ആർക്കും തീർക്കാം. പക്ഷെ ഖത്തം തീർക്കലല്ല വലുത്, ഓതുമ്പോ തദബ്ബറു ആയാത്തില്ല. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ആയത്ത് ചിന്തിച്ചു ഓത്. വെറുതെ ഓതിട്ട് കാര്യമുണ്ടോ? വെറുതെ ഓതിട്ട് കാര്യമില്ല. അതിനെല്ലാത്തിനും അല്ലാഹു തആല അതിൽ നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ്. അല്ലാമ ഇഖ്ബാൽ അറിയാം, ഇന്ത്യയുടെ വാനമ്പാടിയാണ് അല്ലാമ ഇഖ്ബാൽ അലൈഹി റഹ്മാ. അല്ലാമ ഇഖ്ബാൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പിതാവ് നോക്കുകയാണ്. ഫയറാനി അബി, എന്റെ ഉപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തഅവ്വദതു അൻ ഖറഅൽ ഖുർആന ബഅദ സ്വലാത്തിൽ ഫജ്ർ. എല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഖുർആൻ ഓതും. ഫയറാനി റബ്ബി, എന്റെ വാപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നല്ല ഉപ്പായി നല്ല മോനും. ഉപ്പാന്റെ അരികിലിരുന്ന് മക്കള് ഖുർആൻ ഓതണം. സുബഹി കഴിഞ്ഞിട്ട് ഉപ്പാന്റെ അരികിൽ ഇരുന്നിട്ട് വാപ്പായും മക്കളും ഇരുന്ന് ഖുർആൻ ഓതണം. അങ്ങനെ ഉണ്ടോ? ഓതുന്നവരുണ്ടോ? ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊക്ക് നോക്കട്ടെ. ഉപ്പായും മക്കളും ഇരുന്ന് ഖുർആൻ ഓതുന്നത് ഉണ്ടോ? ഒരാൾ, മാഷാ അല്ലാഹ്, വലിയ ബർക്കത്താ. ഒരാളെങ്കിലും ഉള്ളത് നമ്മുടെ മജ്ലിസിന്റെ ഏറ്റവും വലിയ ബർക്കത്താണ്. രാവിലെ സുബഹി കഴിഞ്ഞ് മക്കളോടൊപ്പം ഇരുന്ന് ഖുർആൻ ഓതുക. കുറച്ചെങ്കിലും ബർക്കത്തിന് നിങ്ങൾ ഓതുക, സൂര്യ ഉദിക്കുന്നത് വരെയെങ്കിലും.
മക്കളോടൊപ്പം ഇരുന്ന് ഖുർആൻ ഓതാൻ ഒരു ഭാഗ്യമാണ്, തൗഫീഖാണ്. ഇല്ലെങ്കിൽ മക്കളോട് ഓതാൻ പറ, വാപ്പ കേക്കട്ടെ. മക്കളെ നീ ഓതടാ, ഖുർആൻ ഓത്, യാസീൻ ഓത്, രാവിലെ യാസീൻ ഓത് കേക്കട്ടെ, സൂറത്തുൽ മുസമ്മിൽ ഓത്, രാവിലെ ഓതണം, കേക്കട്ടെ, ഉപ്പ കേക്കട്ടെ, ഓത്. ഉപ്പ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടേയിരിക്കും. അല്ലാമ ഇഖ്ബാൽ ഓതുന്നത് തന്റെ പിതാവ് കേട്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കും, 3 വർഷമായിട്ട് നോക്കും, 3 വർഷമായിട്ട് ഞാൻ നോക്കുകയാണ്. എന്നിട്ട് 3-ാമത്തെ വർഷം എന്നോട് എന്റെ ഉപ്പ പറയുകയാണ്, യാ ഇഖ്ബാൽ ഇഖ്റഇൽ ഖുർആന കമാ ഉൻസില അലൈക. വെറുതെ ഖുർആൻ ഓതിപ്പോകരുത്, വെറുതെ ഖുർആൻ പാരായണം ചെയ്യരുത്. ഇഖ്ബാലേ, ഖുർആൻ ഓതുന്നത് നിന്റെ മേൽ ഇറക്കപ്പെട്ടതുപോലെ നീ ഓതണേ. എന്റെ മേലാണ് ഖുർആൻ ഇറക്കിയത്. അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ, ഇഖ്ബാലെ, സുബൈറെ, ഇത് നിന്റെ മേലാണ് ഖുർആൻ ഇറക്കിയത്. ആ മട്ടത്തിൽ നീ ഓതണം, ആ ചിന്തയിൽ നീ ഓതണം, ആ അർത്ഥത്തിൽ നീ ഓതണം ഖുർആൻ. എന്നാലേ നമുക്ക് ഖുർആനിന്റെ ഉത്സാരം, ഖുർആനിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. ഇത് ഓതിപ്പോട്ട് പറയും ഞാൻ 10 ഖത്തം തീർത്തു, ഞാൻ 5 ഖത്തം തീർത്തു, ഞാൻ 100 ഖത്തം തീർത്തു, അതൊക്കെ സംഭവം ശരി തന്നെ. പക്ഷെ ഏതെങ്കിലും ഒരായത്തിൽ നിനക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ ഖുർആനിൽ? അതാണ് വിഷയം. ഏതെങ്കിലും ഒരായത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത് ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്ത് ഇറക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാ. എന്താണ് അർത്ഥമെന്നറിയോ? ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. മനുഷ്യരെയും കല്ലുകളെയാണ്. പാപ്പ ഉമ്മ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോളി നരകത്തിൽ നിന്ന്. ഈ ആയത്തിറങ്ങിയപ്പോ ഇത് കേട്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇതാ അറ്റാക്ക് വന്ന് താഴെ വീഴുകയായി. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലെ, നബി തങ്ങളുടെ സദസ്സിലെ സൂക്ഷിച്ചോ, നീയും നിന്റെ മക്കളും നീയും നിന്റെ കുടുംബവും നരകത്തെ സൂക്ഷിച്ചോ, നരകത്തെ സൂക്ഷിച്ചോ. ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഈ കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തുപ്പുന്ന സൂര്യന്റെ ഈ ചൂട് എനിക്കും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ 69 ഇരട്ടിയാക്കി നാളെ നരകത്തിൽ അള്ളാഹു കത്തിക്കും. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹു നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ചിന്തിച്ചോളി, എപ്പോഴും ചോദിച്ചോളി, അതിൽ പെട്ടുപോയ പെട്ടത് തന്നെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് ആയത്തിറങ്ങി. ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ട മാത്രയിൽ അറ്റാക്ക് വന്ന് വീഴുകയായി. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ നെഞ്ചിൽ കൈവച്ചു. അത് പിടയ്ക്കുകയാണ്, അവന്റെ ആ നെഞ്ച് പിടയ്ക്കുകയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുൽ യാ ഫതാ
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ചെറുപ്പക്കാരൻ ഈ ആയത്ത് കേട്ടപ്പോൾ അറ്റാക്ക് വന്ന് വീണു. ദുനിയാവിൽ നമുക്ക് ആർക്കെങ്കിലും ഒരായത്ത് കേട്ടപ്പോൾ അറ്റാക്ക് വന്ന ചരിത്രം, ഒരു കണ്ണുനീര് വന്ന ചരിത്രം ഉണ്ടോ സുഹൃത്തുക്കളെ? എത്രയോ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ ഓതുന്നു, ഭയങ്കരമായ കടുപ്പമേറിയ ആയത്തുകളൊക്കെ ഉണ്ട്. അവനെ പിടിക്ക്, കൊളുത്തിട്ട് വലിക്ക്, നേരെ നരകത്തിൽ കൊണ്ട് തള്ളു, ഇതിലൊക്കെ ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ണ് ഈറൻ അണിഞ്ഞിട്ടുണ്ടോ? എന്താ ഈറൻ അണിയാത്തത്? അർത്ഥം അറിയില്ല. ഓതിങ്ങനെ പോകും, അർത്ഥം അറിയില്ല. അതാണ് കണ്ണ് ഈറൻ അണിയാത്തത്. കരയണം, കരയണം, അവിടെ നിർത്തണം, സ്റ്റോപ്പ്, അവിടെ നിർത്ത്, ആ ആയത്ത് അവിടെ നിർത്തിയിട്ട് കരയും. എന്നിട്ട് അള്ളാഹോട് ചോദിക്കും, അള്ളാഹ് നീ രക്ഷിക്കണേ പടച്ചവനെ, അള്ളാഹ് നീ രക്ഷിക്കണേ പടച്ചവനെ, അള്ളാഹ് നീ സഹായിക്കണേ പടച്ചവനെ. ചോദിക്കും, എന്റെ അർത്ഥം അറിയണ്ടേ? ഈ സ്വഹാബിയുടെ നെഞ്ച് പിടയ്ക്കുകയാണ്, ഈ സ്വഹാബിയുടെ നെഞ്ച് പിടയ്ക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവെച്ചുമ്പോ വഹുവ യതഹറകു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫക്ക്, എങ്ങനെയുണ്ട്? ഉടനെ ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അർജു റഹ്മത്തല്ലാഹ് വഅഖാഫു അദാബല്ലാഹ്. എനിക്ക് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയമാണ്, എനിക്ക് അല്ലാഹുവിന്റെ നരകത്തെ പേടിയാണ്, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനത്തെ പേടിയാണ്. അതിൽപ്പെട്ട ഒരു ഇന്ധനം ഞാനായി പോകുമോ അല്ലാഹ്? എനിക്ക് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയമുള്ളതിനോടൊപ്പം അവന്റെ കരുണയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഹബീബേ. നമുക്ക് പേടിയുണ്ട് നരകത്തെക്കുറിച്ച് പേടിയുണ്ട്. പക്ഷെ ആ നരകത്തിൽ നിന്നും അള്ളാഹയോട് അല്പമെങ്കിലും ഇരുന്ന് കരഞ്ഞിട്ട്, അള്ളാഹ് നീ രക്ഷിക്കണേ പടച്ചനെ, എന്റെ മക്കളെ നീ രക്ഷിക്കണേ അള്ളാഹ്, എന്റെ ഭാര്യയെ രക്ഷിക്കണേ പടച്ചൻ, എന്റെ ഉമ്മ ഉപ്പയെ നീ രക്ഷിക്കണേ പടച്ചൻ, ഞങ്ങളെ നീ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ് എന്ന് ഒരു അല്പസമയം, ഒരു 5 മിനിറ്റ് കരഞ്ഞ് ദുആ ചെയ്യാറുണ്ടോ? നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കല്ലേ? എത്ര മണിക്കൂർ റീൽസ് കണ്ട് കളയുന്ന, എത്ര തെറ്റ് ചെയ്യുന്നവരാ. ഒന്ന് കണ്ണ് നനഞ്ഞിട്ട് 5 മിനിറ്റ് മതി, 5 മിനിറ്റ്, only 5 മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ ഒന്ന്, അല്ലാഹ് പ്ലീസ് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, രക്ഷിക്കണേ അല്ലാഹ്, രക്ഷിക്കണേ അല്ലാഹ്. എന്താ കണ്ണുനീര് വരാത്തത്? എന്താ കരയാത്തത്? നരകത്തെ കുറിച്ച് ബോധമില്ല, അതാണ് അർത്ഥം. ഈ ചെറുപ്പക്കാരൻ അറ്റാക്ക് വന്ന് വീണു. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു 2 മാസം രോഗിയായി വീട്ടിൽ കിടന്നു. 2 മാസം ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ആയത്ത് കേട്ടപ്പോൾ. ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് തൊപ്പിയും വെച്ച് താടിയും വെച്ചിട്ട് നിസ്കരിച്ച് കുറച്ച് തസ്ബീഹ് ഉരുട്ടിട്ട് നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾ കുറച്ച് അള്ളാഹയെ പേടിച്ചിട്ട് 5 മിനിറ്റ് ഖുർആൻ ഓതിയിട്ടൊന്ന് കരയണം. ഈ ഖുർആനകത്ത് പറഞ്ഞ വാക്കുകൾ, വചനങ്ങൾ ഇതെന്തെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹയോട് ചോദിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിക്കും. ആ സഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരുടെ ഹൃദയത്തിലാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള ശിക്ഷയും അവന്റെ കാരുണ്യത്തെ കുറിച്ചുമുള്ള സ്മരണ ഉണ്ടാകുന്നത്, അള്ളാഹു അവന് സ്വർഗം നൽകുമത്രേ, അവന്റെ പാപങ്ങൾ പൊറുത്തപ്പെട്ടു കൊടുക്കുമത്രേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് പറയുകയാണ്, ഖുൽ യാ ഫതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് ആ സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരൊറ്റ ആയത്തിൽ അറ്റാക്ക് വന്നു വഫാത്തായ സ്വഹാബി. അല്ലാഹു അക്ബർ. അപ്പൊ അതാണ് നമ്മളോട് പറയുന്നത്, നരകത്തിൽ നിന്ന് നിന്റെ മക്കളെയും നീ രക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഖുർആൻ നമ്മളോട് പറയും. നമ്മളപ്പോ അതിന് ചിന്തിക്കണം, ഓർക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാലിനോട് തന്റെ പിതാവ് പറഞ്ഞത്, ഇഖ്ബാലേ, നിന്റെ മേൽ ഇറക്കപ്പെട്ടതാണ് ഈ ആയത്ത് എന്ന മട്ടത്തിൽ നീ പാരായണം ചെയ്യണേ. അപ്പൊ നമ്മുടെ വാപ്പ ഉമ്മ നമ്മളൊക്കെ രാവിലെ സുബഹിക്ക് അവിടെ കുത്തിയിരുന്നിട്ട് കുറച്ചിങ്ങനെ ഓതണം. അപ്പൊ അത് കേൾക്കും. ഈ ആയത്തിന്റെ, നരകത്തിന്റെ ആയത്തൊക്കെ വരുമ്പോ നമ്മളൊന്ന് കരഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹ് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക, ഉറപ്പാണ്. ആ സമയത്ത് കരയണം. നരകത്തിന്റെ ആയത്ത് വരുമ്പോ സൂറത്തുൽ ഫജ്ർ, ഫജ്റിന്റെ അവസാനത്തെ കുറച്ച് ആയത്തുകളുണ്ടല്ലോ,
കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കാ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫാ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. ലോകത്തെ കിടകിട വിറപ്പിച്ചുകൊണ്ട് ലോകം തവിട് പൊടിയാക്കപ്പെട്ട് ലോക അവസാനം സംഭവിച്ചതിന് ശേഷം നാളെ നരകത്തിന്റെ മധ്യത്തിലേക്ക് നമ്മളെ വലിച്ചെറിച്ചു കൊണ്ടുപോകാൻ ഇതാ ചങ്ങലകളുമായി മാലാകമാരും മലക്കുകളെ പ്രകമ്പനം കൊള്ളുന്ന ആ ഭയങ്കരമായ ഭയാനകമായ കത്തിക്കപ്പെട്ട ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ അവൻ പറയുകയാണ്, റബ്ബേ ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിൽ. അപ്പോ പറയും അതിങ്ങനെ വലിച്ചു വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അന്നാ മനുഷ്യൻ ചിന്തിക്കുമത്രേ. ഓർക്കണേ മുസ്ലിം ലോകമേ, ഇന്ന് ചിന്തിക്കാത്തവരാരാ? ഇന്ന് വാളിനോട് പുച്ഛമാണ്, വാള് കേൾക്കാൻ ഇഷ്ടമില്ല. കേൾക്കണ്ട മോനെ, കേൾക്കണ്ട. നീ റീൽസ് കാണടാ, നീ പോയി വീഡിയോ കാണടാ, അത് നീ ഷെയർ ചെയ്യടാ, ലൈക്ക് ചെയ്യടാ. അതൊക്കെയാണ് നിനക്ക് ഹരമെങ്കിൽ ഇൻഷാ അല്ലാഹ് തുമ്മ ഇൻഷാ അല്ലാഹ് ഉലമാക്കളെ നിന്നോട് വിളിച്ചു പറയുന്ന സത്യമാണ്. നാളെ ഒരു സമയം നിന്റെ മുന്നിലേക്ക് ഈ നരകം കെട്ടി വലിച്ചു കൊണ്ടുവരപ്പെടുമ്പോ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. പടച്ച റബ്ബേ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്നെ ദുനിയാവിലേക്ക് പഴയ ജീവിതത്തിലേക്കൊന്ന് മടക്കുവോ അല്ലാഹ്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇതൊന്നും ഓതിയാലൊന്നും കേൾക്കൂല, ഇതൊന്നും കേട്ടാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവൂല. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ടെൻഷനായിട്ട് എഴുന്നേറ്റ് പോകും. ഇത് കേൾക്കാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടാലും കേട്ടില്ലെങ്കിലും നാളെ കാണാൻ പോകുന്ന സത്യമാണ്. അന്നേരം ആരുണ്ടാവൂല, ഒരാളുണ്ടാവൂല. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. എല്ലാവരും അവന്റെ കാര്യം, എല്ലാരും അവൻ സ്വന്തം കാര്യം, ഒരാള് സഹായിക്കുണ്ടാവൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. ഇന്ന് കുഞ്ഞിനെ കൈക്ക് പിടിച്ചിട്ട് വന്ന ഉപ്പ, ഇന്ന് കുട്ടിയെ എടുത്ത് മുലയിൽ വെച്ച് പാല് കൊടുക്കുന്ന ഉമ്മ, തന്റെ കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെച്ച് കടകളിൽ പീടികതോറും കയറിയിറങ്ങി മിഠായി വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കള്, ഈ മക്കൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെങ്കിൽ ആ മക്കളെ നാളെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം ആത്മാവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ദിവസമുണ്ട് കേട്ടോ. അതാണ് മഹ്ശറ, അതാണ് ആ മഹാവിപ്ലവം. അതിപ്പോഴല്ലാതെ ഇപ്പൊ നമുക്കതൊന്നും തോന്നൂല. ഇപ്പൊ അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കൂല. ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവൻ ചിന്തിക്കും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ആ ദിവസത്തിൽ ഒരാളെയും ഇതുപോലെ അല്ലാഹു ശിക്ഷിക്കൂല. അത്രയ്ക്കും കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കും. അന്ന് ചിന്തിക്കും, പടച്ചോനെ എന്റെ ജീവിതം വലിയ നഷ്ടമായി പോയല്ലോ അല്ലാഹ്, ഒന്ന് മടക്കണേ റബ്ബേ, നാട്ടിലേക്ക് മടക്കണേ റബ്ബേ, പ്ലീസ് പ്ലീസ്. ഇല്ല, പിന്നെ ഖേദിച്ചിട്ടും പല്ല് കടിച്ചിട്ടും കൈ കടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ശരിയായി. അന്ന് മക്കളെയൊക്കെ വലിച്ചെറിയും. എന്റെ സ്വന്തം നഫ്സി 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 നഫ്സിയാ. മോനെയും വേണ്ട, മോളെയും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവിനെയും വേണ്ട, ഉമ്മയും വേണ്ട, ഉപ്പയും വേണ്ട, സഹോദരനെയും വേണ്ട, സഹോദരിയും വേണ്ട, ആരെയും വേണ്ട. എന്റെ കാര്യം യാ അല്ലാഹ് പ്ലീസ് എന്നെ ഒന്ന് സലാമത്താക്കല്ലാ. അതാണ് അന്നത്തെ ലക്ഷ്യം.
وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ലഹരി പിടിച്ചവരെ പോലെ ഓടുന്ന രംഗമാണ്. അല്ലാഹുവേ ഒന്ന് രക്ഷപ്പെടുത്തുവോ. അവർ വെപ്രാളത്തിൽ ഓടുമ്പോ ആരും സഹായിക്കാനുണ്ടാവൂല കേട്ടോ. അവിടെ സഹായികളായി വരുന്നതാരെന്നറിയോ? സാലിഹീങ്ങളായ മാതാപിതാക്കളാണ്, സാലിഹീങ്ങളായ മക്കളാണ് കേട്ടോ. അവിടെ സാലിഹീങ്ങളെ കൊണ്ട് ഗുണമുണ്ടാവും, സാലിഹീങ്ങളെ കൊണ്ട് അവിടെ ഗുണമുണ്ടാവും. മിനൽ അംബിയാ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. 4 പേര് സ്വർഗ്ഗത്തിലാണ്, 4 കൂട്ടരാണ് സ്വർഗ്ഗത്തിൽ. ചിന്തിക്കണം. തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മുടെ ദുആ എന്താ? മുസ്ലിമാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. ദുആ അതല്ലേ? മുസ്ലിമാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. അതാണ് നമ്മുടെ ദുആ. സാലിഹാവണം നമ്മൾ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സഹവാസം വേണം. സാലിഹീങ്ങൾക്ക് സ്വർഗ്ഗമുള്ളൂ, സാലിഹീങ്ങൾക്ക് സ്വർഗ്ഗമുള്ളൂ. ഖുർആൻ പറഞ്ഞു, മൻ അമില മിൻകും മിൻ ദകരിൻ ഔ ഉൻസാ മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ. ആണാകട്ടെ പെണ്ണാകട്ടെ സാലിഹായ അമൽ ആരാണോ ചെയ്തത് അവരുടെ കർമ്മങ്ങളെ അല്ലാഹു നശിപ്പിക്കുകയേ ഇല്ല. സാലിഹാകണം, സാലിഹാകണം. സാലിഹത്തായ ഭാര്യ വേണം, സാലിഹത്തായ ഉമ്മയെ വേണം, സാലിഹത്തായ മോളെ വേണം, സാലിഹായ ഉപ്പയെ വേണം, സാലിഹായ ഭർത്താവിനെ വേണം, സാലിഹീങ്ങളായ മക്കളെ വേണം. ഇല്ലെങ്കിൽ പോയി എല്ലാം ഔട്ട്. ഇവിടെ കുറെ ഉണ്ടാക്കാം, ഇവരെ കുറെ അടിച്ചു പൊളിക്കാം. അല്ലാഹു സത്യം, ആഖിറത്തിൽ ഇവരെ കൊണ്ടൊരു ഫായദ ഉണ്ടാവില്ല. ചിന്തിച്ചാൽ മതി. ചിന്തിക്കാനായി ഈ പ്രസംഗം വെറുതെ അല്ല, റമദാൻ കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ വേണ്ടിയുള്ള പ്രസംഗം. നമുക്ക് കുറെ മക്കളെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ മക്കളെ ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഉസ്ബെക്കിസ്ഥാനിലും കജാക്കിസ്ഥാനിലും ഒക്കെ അയച്ചിട്ട് ഇവിടെ തൊണ്ടനും തൊണ്ടിയും ഇവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലിയിരിക്കുകയാണ്. മരിച്ചാൽ 3 ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഓം വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് കാണും, കൊണ്ടുപോയി മയത്താണ്. എന്താ ഫായിദ? എന്ത് ഫായിദ ഉണ്ടായി? ഈ ലണ്ടനിൽ നിന്ന് വരണമെങ്കിൽ 4 ദിവസം എടുക്കും. അവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വരയ്ക്ക് ഉപ്പ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കണം. എന്ത് ഫായിദ? ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഉപ്പ ഇങ്ങനെ ഇരിക്കും. നമ്മളെ കോഴിക്കാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത പോലെ. എത്ര ദിവസം വെള്ളത്തിലിടണത്? അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? പണമൊക്കെ ഉണ്ടാക്കിയില്ലേ പോരെ? ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. എന്തിന് ഈ മക്കളെ ഉണ്ടാക്കിയിട്ട് ആ മക്കള് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്ത് എല്ലാ ദിവസവും പുറയിൽ വന്ന് കയ്യിൽ പിടിച്ച് കൂട്ടി പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഉപ്പാക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഉപ്പാന്റെ ഉമ്മാന്റെ കാഷ്ടം മൂത്രം വാരി ഉപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് പുരയ്ക്ക് കൊണ്ടുവന്ന് കൈക്ക് പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീൽ ചെയറിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഒന്ന് ഉംറ ചെയ്യിപ്പിച്ച് ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ട് ആ ഉപ്പയെ സന്തോഷത്തോടു കൂടി നീ യാത്രയാക്കിയിട്ട് നീ ലണ്ടനിൽ പോ, നീ കാനഡയിൽ പോ, നീ ഉസ്ബെക്കിസ്ഥാനിൽ പോ. ഇത് നല്ല ചെറുപ്പക്കാരായ നമ്മള് ഈ ഉപ്പയും തൊണ്ടനെയും തൊണ്ടിയെയും പുരക്കിട്ടിട്ട് അയൽവക്കത്തുള്ള ഏതെങ്കിലും ഒരു സെർവന്റിനെ ജോലിക്ക് ഏൽപ്പിച്ചിട്ട് ഇവര് അവിടെ അടിച്ചു പൊളിച്ച് സായിപ്പ് മാതാമ്മയുടെ കൂട്ടത്തിൽ പൊരയെടുത്ത് താമസിച്ച് അവിടെ പൊരയായി 2 കോടി രൂപയുടെ പൊരയെടുത്ത് എല്ലാം എടുത്ത് സിറ്റിസനുമായി. ഇപ്പം വിളിച്ചാല് അവർക്ക് ഇങ്ങോട്ട് വരാന് കഴിയുന്നില്ല. ഇവിടെ വന്നാൽ ക്ലീൻ സിറ്റി അല്ല ഇന്ത്യ, ക്ലീൻ സിറ്റി അല്ല. കേരളത്തിൽ വന്നാൽ ക്ലീനില്ല. ഇവിടെ നമ്മളെ ക്ലീൻ ഇല്ല പറയാണ് മക്കൾ പറയാണ്. ഇവിടെ വന്നാൽ തന്നെ പെട്ടെന്ന് പറിക്കണം, പെട്ടെന്ന് ഇവിടുന്ന് പോണം. എല്ലാ മക്കളും ഒരു 10 ലക്ഷം റുപ്യ ശമ്പളം കിട്ടും മാസം. ഇതിനു വേണ്ടിട്ട് പോവാ. 10 ലക്ഷം റുപ്യ ശമ്പളം കിട്ടും. ഒരു വർഷം 1 കോടി റുപ്യ കിട്ടും. ഇവിടെ ഹലാലായിട്ട് ബിസിനസ് ചെയ്താൽ കിട്ടൂലേ? മാന്യമായിട്ട് ബിസിനസ്. എന്തിനാ ഈ 10 ലക്ഷം റുപ്യക്ക് നീ ഒരു മാസം നിനക്ക് 10 ലക്ഷം റുപ്യ എന്തിനാണ്? എന്ത് പൈസ കൂടിയിട്ടല്ലേ ഈ അഹങ്കാരം കൂടുന്നത്? പൈസ കൂടിയിട്ടല്ലേ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്? പൈസ കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ആവശ്യമില്ലാത്ത ഹറാമായ കച്ചവടങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വയറ് നിറഞ്ഞ് രോഗമൊന്നുമില്ലാതെ കുടുംബങ്ങളെയൊക്കെ സഹായിച്ച് പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് ചെയ്ത് പള്ളിക്ക് കുറച്ച് സദഖ ചെയ്ത് സാധുക്കൾക്ക് കുറച്ച് സദഖ ചെയ്ത് സന്തോഷമായിട്ട് എല്ലാ ദിവസവും കുടുംബക്കാരെ ഒന്ന് കണ്ട് കേട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മരിക്കുമ്പോൾ അവിടെ മയ്യത്തിലൊക്കെ പങ്കെടുത്ത് അൽഹംദുലില്ലാ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടിയാൽ ഇതിനേക്കാൾ ഒരു സന്തോഷം ലോകത്ത് വേറെ ഏതാ ഉള്ളത്? നിങ്ങൾ പോയിട്ട് കാനഡയിൽ പോയിട്ട് മരിച്ചാല്, കാക്ക മരിച്ചാല് ആര് വരും കാണാൻ?
ഒരു മയ്യത്ത് കാനഡയിൽ ഒരു മയ്യത്ത് അടക്കണമെങ്കിൽ 25 ലക്ഷം റുപ്യ, മയ്യത്തെ കുളിപ്പിക്കുന്നതിന് 3 ലക്ഷം റുപ്യ, മയ്യത്ത് ഖബർ കുഴിക്കുന്നതിന് 6 ലക്ഷം റുപ്യ. ഒരു മയ്യത്ത് ഒരാൾ മരിച്ച് ആ മയ്യത്ത് അടക്കണമെങ്കിൽ മൊത്തം കണക്ക് ഇന്ത്യൻ മണി 25 ലക്ഷം രൂപയാണ്. ബൈത്തുൽ മുഖദ്ദസും അല്ല, മദീനയും അല്ല, മക്കയും അല്ല. ഇംഗ്ലീഷുകാരൻ്റെ കാനഡയിൽ നമ്മുടെ മയ്യത്ത് അടക്കണമെങ്കിൽ 25 ലക്ഷം രൂപ അവിടെ കൊടുക്കണം. ഖബർ കുഴിച്ചാൽ മതി, കാശ് കിട്ടും, 6 ലക്ഷം രൂപ കിട്ടും. എന്താ ഫായിദയുള്ള? നമുക്ക് കാണാൻ പറ്റുമോ? ആരെങ്കിലും സിയാറത്ത് ചെയ്യാനുണ്ടോ? എൻ്റെ ഉപ്പാണ്, എൻ്റെ ഉമ്മ, എൻ്റെ മകനാണ്, ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? ആരാ ഈ മക്കളെ എല്ലാം അവിടെ കൊണ്ടാക്കിയത്? ആരാ ഈ മക്കളെ കൊണ്ടാക്കിയത്? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 10 തലമുറ തിന്നാനുള്ള പണമുള്ള ഉപ്പമാരാണ് ആ മക്കളെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത്. ഇവിടെ 10 തലമുറ തിന്നാനുള്ള സമ്പത്തുള്ള ഉപ്പമാര്, ആ ഉപ്പമാര് ഈ മക്കളെ കാനഡയിലേക്ക് അയച്ചു. അവസാനം ഉപ്പക്കും ഉമ്മക്കും വരുന്ന ഗതി എന്താണ്? മരിച്ച ഒരാൾ പോലും ഇല്ല കാണാൻ. ആ വായിൽ ഇച്ചിരി സംസം വെള്ളം ഇറ്റിച്ചു കൊടുക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. പറയാം, മക്കളെ ഉണ്ടാക്കിയിട്ട് വല്ല ഫായതയുണ്ടോ സുഹൃത്തുക്കളെ? സ്വർഗത്തിന് വേണ്ടി മക്കളെ ഉണ്ടാക്കണം. അതിനാണ് ഗർഭിണിയാകുമ്പോൾ ദുആ ചെയ്യണം. ഫലമ്മാ അസ്ഖലത് ദഅവല്ലാഹ റബ്ബഹുമാ ലൈൻ ആതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ് ശാകിരീൻ. പടച്ചവനേ, എൻ്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കിയാൽ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും അല്ലാഹ്. തീർത്തും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ. ഗർഭിണികളെ ചെയ്യേണ്ട ദുആ ഇതാണ്. ഗർഭിണികളെ ചെയ്യേണ്ട ദുആ, സാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ. അതാണ് ദുആ. അങ്ങനത്തെ ദുആ ചെയ്യുന്നു. സാലിഹീങ്ങൾ കൊണ്ട് ദുആ ചെയ്യും. ആ സാലിഹീങ്ങൾക്കേ ഉള്ളൂ സ്വർഗം, ആ സാലിഹീങ്ങൾക്കേ ഉള്ളൂ രക്ഷ. ആ സാലിഹീങ്ങൾക്കാണ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം കൊടുക്കുന്നത്. നമ്മുടെ മക്കളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ സാലിഹീങ്ങളാക്കി വാർത്തെടുക്കുക. നമ്മളിപ്പോൾ വിദേശത്ത് വിടണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഇന്ന് ഞാൻ കാണുന്ന രംഗങ്ങളാണ്. പള്ളിയിലെ ഖത്തീബ് എന്ന നിലയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല വീടുകളും സന്ദർശിക്കുന്നവരാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളില്ല, മക്കളെല്ലാം വിദേശത്ത്. ഉപ്പയും ഉമ്മയും മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്ത് കാണാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മക്കളായി നമ്മുടെ മക്കൾ ഇന്ന് മാറി. ആ വാപ്പായ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു 2 മാസം ഖിദ്മത്ത് ചെയ്യാൻ, ആ ഉപ്പയെ വീൽ ചെയറിൽ ഇരുത്തി ഒന്ന് കുളിപ്പിച്ച്, ആ ഉപ്പയെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ, ഉപ്പയെ വീൽ ചെയറിൽ തള്ളി ഒന്ന് തവാഫ് ചെയ്യിപ്പിച്ച്, ഉംറ ചെയ്യിച്ച്, ഒരു ഹജ്ജ് ചെയ്യിച്ച്, തൃപ്തിയോടുകൂടി വാപ്പ കുറച്ച് ഭക്ഷണം വാരിക്കൊടുത്ത് വാപ്പയെ സന്തോഷിപ്പിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയിച്ച ഒരു മക്കളെ നമുക്ക് കാണാൻ ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയില്ല. ഉണ്ടാകാം തുലോം തുച്ഛമായി അങ്ങും ഇഞ്ഞൊക്കെ, ബാക്കിയെല്ലാം പണം കൊടുത്ത് സർവന്റിനെ വെച്ചിരിക്കുക. സർവന്റ് ഇല്ലെങ്കിൽ വൃദ്ധസദനത്തില്, വാപ്പ ഉമ്മ വൃദ്ധസദനത്തില്. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് എവിടെയെങ്കിലും നല്ല വൃദ്ധസദനം ഉണ്ടോ? നമുക്ക് പൈസ കൊടുക്കാം, ഉപ്പായൊന്ന് അവിടെ ആക്കണം, പൈസ എത്ര വേണം കൊടുക്കാം. എങ്ങനെയുണ്ട് സംഭവം? എത്ര പൈസ ഉണ്ടെങ്കിലും ഉപ്പാക്ക് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങളെല്ലാം അങ്ങ് വിദേശത്താണ് ഉസ്താദെ, നോക്കാൻ കഴിയുന്നില്ല, ഒന്നും കൊണ്ടുപോ. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വയസ്സായവരെല്ലാം കൊണ്ടുപോകും. എല്ലാം വലിയ റിസ്ക് അവസ്ഥ. അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ബുദ്ധിമുട്ടാവും, പ്രശ്നമാവും. വാപ്പ വേണ്ട, വാപ്പ എക്സ്പയർ ആയപ്പോൾ ഒരു എക്സ്ട്രാ ആയി, വാപ്പ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയി, ഒരു ഫായിദ ഇല്ലാതായി വാപ്പ. ജെന്റിൽമാൻ ആയിരുന്നെങ്കിൽ ജിമ്മനായിരുന്നെങ്കിൽ എപ്പോഴും ആവശ്യമുണ്ടാണ് വാപ്പയെ. എപ്പോഴും ജിമ്മനാണ് വാപ്പ, കാണാനും കൊള്ളാം, പൈസ ഉണ്ട്, ഫുലൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഉപ്പായ നമുക്ക് ആവശ്യമുണ്ട്. ഇത് വയസ്സായി ഉപ്പ പുറയിൽ കിടക്കുകയാണ്, വേറെ മാർഗമൊന്നുമില്ല. ഉള്ളതെല്ലാം അവൻ എഴുതിയെടുത്ത് തമ്പ് വെച്ച് കൈയിട്ട് ഒപ്പിട്ട് എല്ലാം ഓക്കെ ആക്കി അവൻ കീശയിലാക്കി. ഇനി ഉപ്പ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിലാക്കിയിട്ട് അൽഹംദുലില്ലാ കുറച്ച് പൈസ അവർക്ക് മാസം തോറും അയച്ചു കൊടുത്താൽ നമ്മൾ സലാമത്തായി. അൽഹംദുലില്ലാ. വിടൂല അല്ലാഹ് വിടൂല. മക്കളെ അല്ലാഹ് വിടൂല. കാരണം വാപ്പാടെ ഉമ്മയുടെ ഉത്തരവാദിത്തം അല്ലാഹ് നേരിട്ട് ഏറ്റെടുത്ത കാര്യമാണ്. കാരണം അള്ളാഹെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അള്ളാഹ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ട് വാപ്പ ഉമ്മാണ്. ووصينا الإنسان بوالديه إحسانا
حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالدي إلي المصير. ഖുർആനിന്റെ പല ആയത്തുകളിലൂടെ നമ്മളൊന്ന് യാത്ര തിരിച്ചാൽ അല്ലാഹുവേ മാതാപിതാക്കൾക്ക് ഇത്ര മഹത്വമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അല്ലാഹു പോലും നമ്മളോട് പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? ഫഖുല്ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങളുടെ മാതാപിതാക്കൾ ഉമ്മയും ഉപ്പയും വൃദ്ധനായാൽ, വയസ്സനായാൽ, തൊണ്ടനായാൽ, തൊണ്ടിയായാൽ അവരോട് മാന്യമായി അതബോടെ സംസാരിക്കണേ. അവരെ വിരട്ടരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത്, അവരെ പരിഹസിക്കരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ അധിക്ഷേപിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണേ, അവർക്ക് വേണ്ടി ധാരാളം ധാരാളം നന്മകൾ ചെയ്യണേ. അവസാനം അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ആ ദുആ പോലും അല്ലാഹു പഠിപ്പിച്ചു തരികയാ. ഫഖുൽ മോനെ, മകളെ, നിങ്ങൾ പറയണം കേട്ടോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. ഈ ദുആ ചെയ്യാത്തവൻ നന്ദി കെട്ടവനാണ്, നന്ദി കെട്ടവനാണ്, നന്ദി കെട്ടവനാണ്. ഉമ്മ ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളെ, തീർത്തും നീ നന്ദി കെട്ടവനാണ്. ഖുർആൻ തന്നെ പറയുന്ന വാക്കാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എൻ്റെ ശൈശവത്തില്, എൻ്റെ ബാല്യത്തില് എന്നെ കൊണ്ടു നടന്ന് താലോലിച്ച എൻ്റെ പൊന്നുപ്പാ പൊന്നുമ്മ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് അങ്ങാടിയിൽ ഉടനീളം കൊണ്ടു നടന്ന് മധുര പലഹാരങ്ങൾ വാങ്ങിത്തന്ന എൻ്റെ പൊന്നു മാതാപിതാക്കൾ, അല്ലാ, എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും ഒക്കത്തിരുന്ന് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തപ്പോൾ അവരെ സന്തോഷത്തോടുകൂടി എന്നെ വേദനിപ്പിക്കാതെ അതെല്ലാം ശുദ്ധിയാക്കി വൃത്തിയാക്കി എന്നെ സന്തോഷിപ്പിച്ച എൻ്റെ പൊന്നുപ്പാ, എന്നെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ എൻ്റെ കണ്ണ് നനയുന്നത് ഇഷ്ടപ്പെടാത്ത എൻ്റെ പൊന്നുമ്മയെയും പൊന്നുപ്പയെയും നാദാ, ഞങ്ങളെ വളർത്തിയതുപോലെ വാർത്തതുപോലെ കരുണ ചെയ്തതുപോലെ അവരുടെ ഖബറിലും നീ അവർക്ക് കരുണ ചെയ്യണേ അല്ലാ. ലോകത്ത് ഏത് മതം പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദുആ ചെയ്യാൻ അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ? നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ വാപ്പ നമ്മളെ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ വളർത്തിയത്, എന്ത് ത്യാഗം സഹിച്ചിട്ടായിരിക്കും നമ്മളെ വളർത്തിയത്. നമ്മുടെ മക്കളെ ഇന്ന് വളർത്താൻ നമ്മൾ വിടുന്ന പാട് എന്ത് ത്യാഗമാണ്. അപ്പൊ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, അന്ന് ഭക്ഷണം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, കിലോമീറ്ററുകളോളം നടന്ന് കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ആ ഭക്ഷണം താൻ പോലും പട്ടിണി കിടന്നിട്ട് തൻ്റെ മക്കളുടെ വായിൽ വെച്ചു കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ മാതാപിതാക്കൾക്ക് ആദ്യം നീ നന്ദി കാണിക്കുക. അങ്ങനെ നന്ദി കാണിക്കാത്തവൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. അൻഷ്കുർ ലി വലിവാലിദൈ. അല്ലാഹുക്കും നന്ദി കാണിക്ക്, വാപ്പാക്കും ഉമ്മാക്കും നന്ദി കാണിക്ക്. വാപ്പാക്കും ഉമ്മാക്കും നന്ദി കാണിക്കാത്തവൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ്. 3 ആയത്ത് ഒന്നിനോട് ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. ഒന്ന്, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണമേ. ഫമൻ അതാഅ അല്ലാഹ വലം യുതിഇർ റസൂല ലം യുഖ്ബൽ മിൻഹു. ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചു, വഴിപ്പെട്ടു, പക്ഷെ റസൂലുള്ളാഹി തങ്ങളെ അനുസരിച്ചില്ല, വഴിപ്പെട്ടില്ല. ലം യുഖ്ബൽ മിൻഹു, അവനിൽ നിന്ന് ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിനെ റസൂൽ അനുസരിക്കണം. ഒരാൾ അള്ളാഹ് അനുസരിച്ചു, റസൂൽ അനുസരിച്ചില്ല.
അവന്റെ അമലൊന്നും സ്വീകരിക്കൂല അല്ലാഹ്. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, നമസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ. ഫമൻ സ്വല്ലാ വലം യുഅദ്ദി സകാതഹു ലം യുഖ്ബൽ മിൻഹു. ആരാണോ നമസ്കാരം നിലനിർത്തിയവര്, സാമ്പത്തികമായി സകാത്ത് കൊടുക്കാൻ കഴിവുള്ളവരാ, അവര് ആ സകാത്ത് കൊടുക്കാതിരുന്നാൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. സകാത്ത് കൊടുക്കൂല, നിസ്കരിക്കും. സമ്പന്നനാണ്, അവൻ ന്യായം പറയും. എനിക്ക് കടയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഒരു രക്ഷയില്ല. വാടക കെട്ടിടം ഉണ്ടോ? ഒരു വർഷം നിനക്ക് വരുമാനം 1 കോടി രൂപ ഉണ്ടോ? നിന്റെ വാടക കെട്ടിടത്തിൽ നിന്ന്, നിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, നിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് 1 കോടി രൂപ ഒരു വർഷം നിനക്ക് കിട്ടുന്നുണ്ടോ? 2.5%, 2.5 ലക്ഷം സാധുക്കൾക്ക് മാറ്റി വെച്ചുകൊട്. എന്നിട്ട് നീ നിസ്കരിക്ക്. ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. ഹദീസാണ്, ഖുർആനാണ്. സക്കാത്ത് കൊടുക്കൂല, നിസ്കരിക്കും. സക്കാത്ത് കൊടുക്കൂല. 2.5 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കുന്നവൻ 16 റുപ്യ കൊടുക്കും. എല്ലാവർക്കും 500 റുപ്യ, 250 റുപ്യ, 100 റുപ്യ, 50 റുപ്യ, 30 റുപ്യ, 20 റുപ്യ. ആർക്കിത്? ഇത് സക്കാത്തല്ല, ഇതിന്റെ പേര് ചക്കാത്ത്. ചക്കാത്ത് എന്ന് പറയും. ഇത് സക്കാത്തല്ല. സക്കാത്ത് വരെ ചക്കാത്ത് വരെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ചക്കാത്ത്. സക്കാത്ത് നിന്റെ കണക്ക് കൂട്ടണം. നിന്റെ ബിൽഡിങ്ങിന്റെ കണക്കെടുക്കണം. നിനക്ക് വാടക കിട്ടുന്നില്ലേ? സൂപ്പർ മാർക്കറ്റിലുള്ള ഫുലൂസ് കിട്ടുന്നില്ലേ? ജാഗ വാങ്ങിയിട്ടിട്ടില്ലേ? കച്ചവടം ചെയ്യാൻ ജാഗ വാങ്ങിയിട്ടില്ലേ? അതിന്റെ എല്ലാം കണക്ക് കൂട്ടണോ? കണക്ക് കൂട്ടിയിട്ട് നീ അതിന്റെ വിഹിതം 2.5% അല്ലാഹുക്ക് കൊടുക്ക്. അങ്ങനെ കൊടുക്കാതെ നീ നിസ്കരിച്ചാൽ ലം യുഖ്ബൽ മിൻഹു സ്വലാത്തുഹു ലം തുഖ്ബൽ മിൻഹു സ്വലാത്തുഹു, അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, അനിഷ്കുർ ലീ വലിവാലിദൈ, എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നീ നന്ദിയുള്ളവനാകണമേ, നീ നന്ദി കാണിക്കുന്നവനാകണമേ. ഫമൻ ശക്കറല്ലാഹ് ഫലം യഷ്കുർ ലിവാലിദൈ ലം തുഖ്ബൽ മിൻഹു, ആരാണോ അല്ലാഹുവിനെ നന്ദി കാണിച്ചു പക്ഷേ മാതാപിതാക്കളോട് നന്ദിയില്ലാത്തവനായി, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഒരു കർമ്മങ്ങളും ഒരു അമലുകളും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അല്ലാഹുവോട് ഭയങ്കര ഭവ്യത, അല്ലാഹുവിനോട് ഭയങ്കരമായിട്ട് കരുണ കാണിക്കും. മാതാപിതാക്കളോട് കരുണയില്ല, മാതാപിതാക്കളോട് നന്ദിയില്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല. അവന്റെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കൂല. അതാണ് മാതാപിതാക്കൾ. അവരുടെ പൊരുത്തം വാങ്ങുക. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വാങ്ങുക. പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ട് മാതാപിതാക്കളെ പുറത്ത് തള്ളാൻ നമുക്ക് അനുവാദമില്ല. നമുക്കതിൽ ഒരു സംഭവം അറിയാലോ. അൽക്കമാർ റളിയല്ലാഹു തആല വലിയൊരു സ്വഹാബിയാണ്. അൽക്കമാർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹകരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയമാകുമായപ്പോ അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ കഴിയാതെ വന്ന സമയം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിച്ചത് അൽക്കമയുടെ ഉമ്മ എവിടെ. ചില മക്കൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്, നല്ലൊരു സംഭവമാണ്. വാപ്പ ഉമ്മ കല്യാണം കഴിച്ച് പുതിയ പെണ്ണിനെ പുറകെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മ ഉപ്പ വയസ്സിന് വയസ്സിയായി, പിന്നെ ഓൾഡ് വർത്താനേ കേൾക്കുള്ളൂ. ഉമ്മ ഉപ്പയോ യാ അല്ലാഹ് ഔട്ട് ഹൗസ്. വീടിന്റെ പഴയ പുറയില്ലേ, പഴയ പുറയിൽ ഉമ്മയും ഉപ്പയും, പുതിയ പുറയിൽ ഓനോളും. അങ്ങനെയാണ്. വൈറ്റ് ഹൗസിൽ അവർ, ബ്ലാക്ക് ഹൗസിൽ അവര്. നല്ലൊരു ബ്ലാക്ക് ആയി സംഭവം. അത് എക്സ്പയർ ആയില്ലേ ആ വീട്ടിൽ അവരുണ്ട്. ഇവൻ വലിയ പുതിയ ഭയങ്കര 1.5 കോടി 2 കോടി ഉപ്പയുടെ പുറയെല്ലാം വെച്ചിട്ട് ഓനും ഓളും മക്കളും എല്ലാം അവിടെ തന്നെ. ഉപ്പ ഉസ്താദ് പോയിട്ട് ചോദിക്കും, ഉപ്പയുടെ ഇടയ്ക്ക് വരൂ ഉസ്താദ് ഇടയ്ക്ക് വരൂ. ഉപ്പ ഇങ്ങനെ ഉപ്പയെ പുറക്ക് വിളിച്ചാൽ വരൂല, ഉമ്മയെ പുറക്ക് വിളിച്ചാൽ വരൂല. ആർക്ക് ആ പഴയ പുറയിൽ തന്നെ നീ വിളിക്ക് വരുമല്ലോ നോക്കാം. നമ്മളോട് പറയുന്ന നോക്കാണ്, പുറക്ക് വിളിച്ചാൽ വരൂല. എന്നിട്ട് അവരെ കൊണ്ട് ബ്ലാക്ക് ഹൗസിൽ കിടത്തും. ഇവനിവിടെ വൈറ്റ് ഹൗസിൽ. കാരണം ഉമ്മ ഉപ്പ എല്ലാം വയസ്സായവരല്ലേ, എപ്പോഴും കുറച്ച് ഇതിലെ കൂടെ ഇഴിച്ച് അങ്ങനെ ഇതിലെ വണ്ണത്തുപ്പൽ ഇതിലെ വന്ന് താഴയിലൂടെ പോയി 1 പോയി 2 പോയി അവിടെ എല്ലാം ഇടങ്ങറാക്കി ബേജാറാക്കി ഇടുമ്പോൾ പുറയ്ക്ക് പിടിക്കൂല, പുതിയ പെണ്ണിന് പിടിക്കൂല. മറ്റേ ഓളിങ്ങനെ നല്ല സിൽക്ക് സ്മിതയുടെ കൊണ്ട് വന്ന സാധനം ലൈറ്റ് അല്ലേ, നല്ല ജിൽജിലാന്നിരിക്കല്ലേ. ഓളിങ്ങനെ വരുമ്പോൾ ഓക്ക് ഇതെല്ലാം പിടിക്കൂല.
ഇടയ്ക്ക് നിങ്ങൾ പോയാൽ മതി. രാത്രി 12 മണിക്ക് പിരികേറ്റി കൊടുക്കും, ഇസ്മടിച്ചു കൊടുക്കും. ഓൻ അതിലങ്ങ് വീഴുകയും ചെയ്യും. ഓൻ അതിൽ വീണ് 2 ആയത്തെക്കുറിച്ച് ഇങ്ങനെ ചില ഊതി കൊടുക്കും. ഓൻ അപ്പം അതിൽ വീണ് യാ അല്ലാഹ് അങ്ങനെ സംഭവം. പിന്നെ പതുക്കെ ഉമ്മ 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 നല്ല അപ്പുറയിൽ നമ്മളെല്ലാം നല്ല സേസി എല്ലാം വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. നാടെ പോയിട്ട് നല്ല പാങ്ങിൽ ഉറങ്ങാൻ കഴിയും ഉമ്മ എന്ന് പറഞ്ഞിട്ട് മെല്ലെ പൊക്കി എടുത്ത് അവിടെ കൊണ്ടുവരണ്ടേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ മരുമകളെക്കാൾ കല്യാണം കഴിച്ച് നമ്മൾ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഭാര്യയെ വേണ്ടെന്ന് പറയുന്നില്ല, ഭാര്യ വേണം, ഭാര്യ നമുക്ക് വേണം. അതൊക്കെ സമയത്തിന് നമുക്കതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. മാതാപിതാക്കൾക്ക് അവിടെയാണ് സ്ഥാനം കൊടുത്തത്. അൽഖമാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി നോക്കുമ്പോൾ കലിമ ചൊല്ലാൻ പറ്റുന്നില്ല. അപ്പൊ ഉടനെ വിളിച്ചു, അൽഖമയുടെ ഉമ്മ എവിടെ? അൽഖമയുടെ ഉമ്മ എവിടെ? ഉമ്മയെ കൂട്ടിട്ട് വാ. ഉമ്മയെ കൂട്ടിട്ട് വന്നു. അൽഖമാർ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ വെച്ച് ഉമ്മയോട് ചോദിച്ചു, എന്താണ് അൽഖമ ചെയ്ത തെറ്റ്? അൽഖമാർ റളിയല്ലാഹു തആല അൻഹു ചെയ്ത തെറ്റെന്ത്? നമ്മൾ ആരെയും കുറ്റം പറയല്ല. ഇതൊക്കെ ഇസ്ലാമിൽ ഇങ്ങനെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നമ്മളത് ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിരുന്നതിന് കാരണം അതാണ്. നമുക്ക് ദീൻ ഇത് പഠിപ്പിച്ചിരുന്നത് വെറുതെ അല്ല, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഖുർആനും ഹദീസും ഇങ്ങനെ ചുമ്മാ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നാളെ ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല അല്ലാഹ് എന്നുള്ള മാഷറിൽ പോയി പറയരുത്. അതിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ചുമ്മാ എഴുതി ഇങ്ങനെയൊക്കെ കിതാബ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വായിച്ച് പഠിച്ച് ഇങ്ങനെ പറഞ്ഞു തരണം. ഇതിനാണ് ഞാൻ പത്തനാപുരത്തിലൂടെയൊക്കെ വന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. നിങ്ങൾ കേൾക്കണമല്ലോ, എന്തിന് അത് വെച്ചിട്ട് ഇതെല്ലാം പറയണ്ടേ? അൽഖമാർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അൽഖമയുടെ ഉമ്മയോട് ചോദിച്ചു, എന്താണ് അൽഖമ ചെയ്ത തെറ്റെന്താ? ബാക്കി ഒരു കുറ്റവും അൽഖമയിൽ ഞാൻ കാണുന്നില്ല. അയാൾ നല്ല മനുഷ്യനാണ്, അയാള് നല്ല മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്, കലിമ ചൊല്ലി മരിക്കാൻ യോഗ്യനായ മനുഷ്യനാണ്. പിന്നെ എന്താ അൽഖമയ്ക്ക് വന്ന് സംഭവിച്ചു പോയ തെറ്റ്? ഉടനെ ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നേക്കാൾ എന്റെ വാക്കിനേക്കാൾ അവന്റെ ഭാര്യയ്ക്ക് സ്ഥാനം നൽകുന്നു നബിയേ. എന്റെ ഉമ്മാന്റെ വാക്കിനേക്കാൾ ഭാര്യയുടെ വാക്കിന് സ്ഥാനം നൽകുന്നു. ഭാര്യ മറ്റൊരു ഘടകം, അതവിടെ ഇരിക്കട്ടെ, അത് വിഷയം വേറെ. ഇന്നത്തെ വിഷയത്തിൽ 2 വിഷയം വെച്ചിട്ട് മാതാപിതാക്കളും കുടുംബജീവിതമാണ്. എവിടെ ആരെടുത്ത് വിട്ട് എന്ത് പറയാ, സമയമുണ്ടോ? അത് 2 ദിവസം വെക്കണം. അപ്പൊ എന്റെ വാക്കിനേക്കാൾ അവന്റെ ഭാര്യയുടെ വാക്കിനാണ് അവൻ സ്ഥാനം കൊടുക്കുന്നത് നബിയെ. അതാണ് സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊരുത്തപ്പെട്ടു കൊടുക്കും ഉമ്മ. എന്റെ വാക്കിനേക്കാൾ, ഒരു ഉമ്മ വളരെ വേദനയോടുകൂടി പറയാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ, എന്റെ വാക്കിനേക്കാൾ അവന്റെ ഭാര്യയുടെ സ്ഥാനം, ആ വാക്കാണ് അവന് വലുത്. എന്റെ വാക്കിനൊരു വിലയില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറഞ്ഞപ്പോ ആ മാതാവ് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഉടനെ അൽഖമാർ റളിയല്ലാഹു തആല അൻഹു കലിമ ചൊല്ലി മരിച്ചു. ആ അൽഖമയുടെ മയ്യത്ത് നമസ്കരിപ്പിച്ച് പരിശുദ്ധമായ ബഖീഉൽ ഗർഖദിൽ ആ മയ്യത്ത് കുളിപ്പിച്ച് അവിടെ കൊണ്ട് ഖബറടക്കിയതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ ആ ഖബർസ്ഥാനിൽ നിന്നിട്ട് ഒരു പ്രഭാഷണം നടത്തി. അതാണ് നമ്മുടെ പോയിന്റ്. ഖബറടക്കി മയ്യത്തടക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങള് സ്വഹാബാക്കളൊക്കെ പോകുന്നത് കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, ഏയ് ആരും പോകരുത്, അവിടെ നിൽക്ക്, ആരും പോകരുത്. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ മുഹാജിരീകളെ അൻസാരികളെ, മൻ ഫളല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വൻ നാസി അജ്മഈൻ. ആ
ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലോകമേ വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഏ അൻസാരികളെ, ഏ മുഹാജിരീങ്ങളെ, യാ മഅശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിം സമൂഹമേ, മൻ ഫളല സൗജതഹു അലാ വാലിദൈ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെക്കാൾ തന്റെ ഭാര്യയ്ക്ക് സ്ഥാനം നൽകിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവരുടെ മേൽ സകല മനുഷ്യരുടെയും സകല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അവരുടെ ശാപത്തിന് കോപത്തിന് കാരണമാകും കേട്ടോ. ഇല്ലാ അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വയുഹ്സിന ഇലൈഹിമാ, ഒന്നുകിൽ നിങ്ങൾ തൗബ ചെയ്ത് പശ്ചാത്തപിക്കുകയും ആ മാതാപിതാക്കളുടെ കാൽക്കൽ വീണ് പൊരുത്തം വാങ്ങുകയും ചെയ്തിട്ടില്ല എങ്കിൽ, ഏ മക്കളെ, ആ മാതാപിതാക്കളുടെ ശാപത്തിന് നിങ്ങൾ അർഹരാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്കി, റസൂലുള്ള പറഞ്ഞ വാക്കാണ്. മാതാപിതാക്കളുടെ സ്ഥാനം, മാതാപിതാക്കളെക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം, അവർ ശപിക്കപ്പെട്ടവരാണ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. അതിനെന്താ വഴി, പരിഹാരം? പൊരുത്തം വാങ്ങുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉമ്മയോടും ഉപ്പയോടൊക്കെ, ഭാര്യ എന്ന് പറഞ്ഞാൽ തൊട്ടാലും മുറിയും, ഒതു മുറിയും. ഉമ്മ തൊട്ടാ ഒതു മുറിയില്ല. മരണം വരെ, സ്വർഗം വരെ നിൽക്കുന്ന ബന്ധമാണ് മാതാപിതാക്കളുടെ ബന്ധം. ഭാര്യ ഒരുപക്ഷെ നമുക്കൊരുപക്ഷെ മുറിഞ്ഞു പോകാം, പക്ഷെ മക്കൾ ഒരിക്കലും മുറിയില്ല, അത് സ്വർഗം വരെ എത്തും. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, സാലിഹീങ്ങളായ മാതാപിതാക്കൾ, സാലിഹീങ്ങളായ സദ്വർത്തരായ ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ, സാലിഹീങ്ങളായ നമ്മുടെ കൺമണികൾ, നമ്മുടെ പൊന്നുമക്കൾ, ഇവരെ എല്ലാവരെയും അല്ലാഹു അതിനെന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മാലാകമാർ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് അവർക്ക് ഓതിക്കൊടുക്കുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സലാമത്തും അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ ദുനിയാവിൽ ഭാര്യ ഭർത്തൃ ബന്ധം നിലനിർത്തിയതുപോലെ, മാതാപിതാക്കൾ ആ ബന്ധം നിലനിർത്തിയതുപോലെ, അല്ലാഹു ആ ത്യാഗം അനുഭവിച്ചതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അദ്ൻ എന്ന സ്വർഗം. അതുകൊണ്ട് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾ നേരുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് മലക്കൾ പോകും. പിന്നെ കാലാകാലം ഒരിക്കലും ഒരു യുദ്ധമില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ആ ലോകത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ആ സ്വർഗമാണ് ജന്നാത്തു അദ്ൻ. അല്ലാഹു ആ ഒരു സ്വർഗത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളും മക്കളും അനുസരണയുള്ളവരായി, ഇസ്ലാമിക ബോധമുള്ളവരായി, സംസ്കാര ബോധമുള്ളവരായി, അദബും മര്യാദയോടും കൂടി ജീവിച്ചു മുന്നോട്ട് പോകുന്നവരായി മാറണം. അല്ലാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സ്ത്രീ ദുആ ചെയ്യാൻ